ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. ഓക്കെ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തത നാരദോ നഗ്നജിത്യൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. 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 നമ്മള് വാസ്തുമൂല്യം ചാപ്റ്റർ, വാസ്തുമൂല്യം നിർണ്ണയം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അതിൽ ടേബിളൊക്കെ നമ്മൾ ഒരു സെക്കൻഡ് അതിൻ്റെ ടേബിളൊക്കെ എഴുതിയല്ലോ അല്ലേ? നമ്മൾ 1, 2 എന്നൊക്കെ എഴുതിയ ടേബിളുണ്ട്, അതെല്ലാം എഴുതിയല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഞാനതൊന്ന് എടുക്കാം. അത് പ്രസന്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ടേബിള് നമ്മൾ എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ആ നോട്ട് നമ്മൾ എവിടം വരെ എഴുതി? കുറച്ച് നോട്ടും അതിൻ്റെ പറഞ്ഞല്ലോ. 7A സ്ഥാനത്ത് അതുകൂടെ പറയാം, ഡീറ്റെയിൽസ് പറയാം. പക്ഷെ അതിൻ്റെ നോട്ട് എവിടം വരെ എഴുതിയത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തോ പറയും. നോട്ട് എവിടം വരെ എഴുതിയെന്നുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? വീടിന്റെ വെളിയിലത്തെ ചുറ്റ് അതില് ആയുസ് എഴുതി. ഒരു സെക്കൻഡ്. ടേബിൾ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പൂർണ്ണമായ വാസ്തു മറ്റേ 90 to 100% എക്സലന്റ് അതൊക്കെ എഴുതിയല്ലോ. അത് എഴുതി. അത് കഴിഞ്ഞ് പൂർണ്ണമായ വാസ്തുമൂല്യം നിർണ്ണയം അല്ലേ? അത് പിന്നെ പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയം എന്നുള്ളത് 3 ഗ്രഹമധ്യസൂത്ര വേദം അത് എഴുതിയല്ലോ. അത് എഴുതി. മധ്യസൂത്ര വേദം ഉണ്ടെങ്കിൽ മൂല്യം 1, വേദമില്ലെങ്കിൽ മൂല്യം 8 എഴുതി. ഓക്കെ. ഇനി 4-മത്തത് വീടിന്റെ വെളിയിലത്തെ ചുറ്റ് അത് എഴുതിയോ? അതെഴുതി. അത് തീർന്നോ? ആയുസ്, യൗവനം, കൗമാരം, ബാല്യം അതൊക്കെ എഴുതിയോ? ഓക്കെ. ഒരു സെക്കൻഡ്, ഇത് വേണ്ട. മൂന്നാമത്തത്, അതായത് 1ഉം 2ഉം ടേബിളിൽ തന്നെ ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ട്? ഇന്ന് വന്നവരിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക. കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്ത ആരെങ്കിലും ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, അപ്പം ഇല്ലാന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ പറയാമല്ലോ. ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ 1ഉം 2ഉം ആ ടേബിൾ കൊണ്ട്, ഒന്നെന്ന് പറയുന്നത് പിന്നെ 8 ഡയറക്ഷൻ, 4 വശങ്ങളും 4 മൂലകളും. അത് കഴിഞ്ഞ് പിന്നെ അതാണ് 1. അത് ഔട്ട് ഓഫ് 8 ആണ്. ഔട്ട് ഓഫ് 8ലാണ് അതിനകത്ത് മൂല്യങ്ങൾ പറഞ്ഞിരിക്കുന്നതല്ല, 8ലാണ്. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മസ്ഥാനത്ത് വരുന്ന ദോഷങ്ങളൊക്കെ 2-മത്തെ ടേബിളിൽ വരും. അത് രണ്ടും ഒറ്റ ടേബിൾ തന്നെ 1ഉം 2ഉം കാണിച്ചിരിക്കുന്നത്.
അപ്പൊ അത് രണ്ടാമത്തത് ആ ബ്രഹ്മസ്ഥാനത്ത് വരുന്നത് ഔട്ട് ഓഫ് 4 ആണ്, 4-ലാണ് വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ. ഇനി അടുത്തത് അപ്പൊ ഈ 1 ഉം 2 എന്ന് പറയുന്നത് പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയം ആണ്. ഇപ്പൊ ഹെഡിങ് കാണുന്നുണ്ട്, പൂർണ്ണമായ ബി എന്നുള്ള പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയം. പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയം എന്ന് പറയുമ്പോൾ അത് ഈ നമ്മൾ നേരത്തെ എടുത്ത 1 ഉം 2 കൂടി ഇൻക്ലൂഡിങ് ആണ്. അത് ആ പൂർണ്ണമായ വാസ്തുമൂല്യ നിർണ്ണയത്തിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങളാണ് 1, 2 നമ്മൾ നേരത്തെ എടുത്തത്. അതിന് മൂന്നാമത്തെ ഭാഗമാണ് ഗൃഹമധ്യസൂത്ര വേദം. അതായത് മധ്യസൂത്രത്തിന് വേദം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് മധ്യസൂത്രം നമുക്കറിയാം, വീടിന്റെ താഴത്തെ നിലയുടെ വീതി എടുത്തിട്ട് അതിന്റെ മധ്യത്തു കൂടി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്ന ഒരു എനർജി ഫ്ലോ ആണ് മധ്യസൂത്രം. അപ്പൊ അതിനെ ഭിത്തിയോ തൂണോ കൊണ്ട് വേദിക്കാൻ പാടില്ല. വേദിക്കുകയാണെങ്കിൽ അത് ഗൃഹമധ്യസൂത്ര വേദമാണ്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ശരിക്കും ആ വീടിന്റെ വീതി എടുത്ത് താഴത്തെ നിലയുടെ വീതി എടുത്തതിന്റെ മധ്യത്തിൽ കൂടെ വരയ്ക്കുമ്പോൾ ആ ഭാഗത്ത് ഇതിന് ഭിത്തിയോ തൂണോ വല്ലതും കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, വേദമുണ്ടോ നോക്കണം. അപ്പോൾ അതിപ്പോൾ 2 ഇതേ ഉള്ളൂ. ഒന്നുകിൽ വേദം കാണും, ഇല്ലെങ്കിൽ വേദമില്ല. അല്ലാതെ മറ്റ് ഓപ്ഷൻ ഇല്ല. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് വേദമുണ്ട്, അല്ലെങ്കിൽ വേദമില്ല. അപ്പൊ അങ്ങനെ വേദമുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് 8 ആണ് ഗൃഹമധ്യസൂത്ര വേദം. വേദമുണ്ടെങ്കിൽ മൂല്യം 1 ആണ്, വേദമില്ലെങ്കിൽ മൂല്യം 8 ആണ്. അപ്പൊ ഇങ്ങനെ 2 ഓപ്ഷനേ അതിനകത്തുള്ളൂ. അപ്പൊ ഇത് ഇത്രയും നമ്മൾ എഴുതിയല്ലോ. അടുത്തത് 4-മത്തതാണ്. വീടിന്റെ വെളിയിലത്തെ ചുറ്റളവാണ്. വീടിന്റെ വെളിയിലത്തെ ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. വെളിയിലത്തെ ചുറ്റളവിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ആയുസ് കണ്ടുപിടിക്കും. ആയുസ് കണ്ടുപിടിക്കുമ്പം നമുക്കറിയാം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ 5 വിധത്തിലുള്ള ആയുസ്സുണ്ട്. അതിൽ നമ്മുടെ വീടിന്റെ വെളിയിലത്തെ ചുറ്റളവ് അതിൻ്റെ ആയുസ് കാണുമ്പം ബാല്യമോ വാർദ്ധക്യമോ ആണ് ഇത് മധ്യമമാണ്, കൗമാരം ഉത്തമമാണ്, യൗവനം അത്യുത്തമമാണ്, മരണം ഒരിക്കലും പാടില്ല, അധമമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വീടിന്റെ വെളിയിലത്തെ ചുറ്റുന്ന അപ്പം ചുറ്റളവ് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അറിയാം, വീടിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചിട്ട് അപ്പോൾ എങ്ങനെയാ വെളിയിലത്തെ ചുറ്റളവ് ആദ്യം നമ്മൾ എന്ന് പറയുന്നത് ആയുസ്സാണ്. ആദ്യം ആയുസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആയുസ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും ഇതൊക്കെ ഈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബേസിക് അറിയാവുന്നവർക്ക് മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ ഒക്കുള്ളൂ. കാരണം ഇതിപ്പോൾ ആയുസ് കാണണമെങ്കിൽ എങ്ങനെയാണ് ആയുസ് കാണുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആയുസ് കാണണമെങ്കിൽ ആദ്യം ചുറ്റളവ് എടുക്കണം. വീടിൻ്റെ ചുറ്റളവ് എടുത്തിട്ട് അതിനെ കോലങ്ങളും ആക്കണം. കോലങ്ങളും ആക്കിയിട്ട് ആയുസ് കാണാൻ 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കണം. 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പം കിട്ടുന്ന ഹരണഫലമാണ് ആയുസ്. ആ ഹരണഫലം 1 വന്നാൽ ബാല്യം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം, 5 അല്ലെങ്കിൽ 0 വന്നാൽ മരണം. അങ്ങനെ മരണച്ചുറ്റ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഈ 5 കൂടുതലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ 8, 10 ഒക്കെയാണ് ഈ ഹരണഫലം വരുന്നതെങ്കിൽ ആ വരുന്ന ഹരണഫലത്തെ 5 കൊണ്ട് ഭാഗിക്കണം. 5 കൊണ്ട് ഭാഗിച്ചിട്ട് വരുന്ന ശിഷ്ടം നോക്കണം. ആ ശിഷ്ടം 1 ആണെങ്കിൽ ബാല്യം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം, 0 അല്ലെങ്കിൽ 5 എന്ന മരണം. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പൊ അതിപ്പോ ഇവിടെ ആയുസിന് അപ്പോൾ അത് കണ്ടുപിടിക്കണം. അപ്പൊ ആയുസിന് വീടിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചിട്ട് അപ്പോൾ അത് ആയുസ് ഔട്ട് ഓഫ് 4 ആണ്, 4-ലാണ് അത് വരുന്നത്. അപ്പോൾ യൗവനമാണെങ്കിൽ അതിന്റെ യൗവനമാണെങ്കിൽ 4-4 ആണ്. നമുക്ക് ആയുസ് യൗവനമാണെങ്കിൽ 4-4 ഔട്ട് ഓഫ് 4 ആവണം. മൂല്യം 4 ആണ്, അത് ഔട്ട് ഓഫ് 4 ആണ്. അപ്പൊ 4-4 അതായത് 100%. അപ്പം ഒരു വീടിന്റെ ചുറ്റളവ് നമുക്ക് യൗവനമാണ് കിട്ടിയെങ്കിൽ അത് ഈ 4A-ക്ക് 100% കിട്ടും. അതുപോലെ കൗമാരമാണെങ്കിൽ 3 ആണ്, 4-3 ആണ്. 4-3 75% ആണ്. 3 ഔട്ട് ഓഫ് 4. 4-3 നമ്മൾ പെർസെൻറ്റേജ് ആക്കുമ്പോൾ 75% വരും, മുക്കാൽ. അപ്പം കൗമാരമാണെങ്കിൽ അതിന് ആയുസ് 75% ആണ്. അതിന്റെ മൂല്യ ശതമാനം, മൂല്യം പറഞ്ഞാൽ 3 ആണ്. മൂല്യ ശതമാനം കാണണമെങ്കിൽ 3 ഔട്ട് ഓഫ് 4 ആണ്. 3/4 × 100 75% കിട്ടും. അതുപോലെ ബാല്യം ഓർ വാർദ്ധക്യം രണ്ടും ഒരുപോലെയാണ്. ബാല്യം ഓർ വാർദ്ധക്യമാണെങ്കിൽ 2 ആണ്. അതായത് 2/4 × 100 വരും. പിന്നെ ശതമാനമാക്കുമ്പോൾ, അതായത് മൂല്യ ശതമാനമാക്കുമ്പോൾ മൂല്യം 2, മൂല്യ ശതമാനം 2 ഔട്ട് ഓഫ് 4 ആണ്. അപ്പോൾ 2/4 × 100 അപ്പോൾ 50% വരും. അത് കഴിഞ്ഞാൽ പിന്നെ മരണമാണെങ്കിൽ 0 ആണ്, 1 പോലും അല്ല. മരണച്ചിട്ട് ഏറ്റവും മോശമാണ്, നമുക്ക് 0 ആണ്. അപ്പം അങ്ങനെ 0 ആകുമ്പോൾ അതിന്
നമ്മൾ കൂട്ടുമ്പോൾ ഇത് ഒരു ഐറ്റമായിട്ട് കൂട്ടേണ്ടി വരും. അപ്പോൾ ടോട്ടൽ എടുത്തിട്ട് ആവറേജ് ഒക്കെ എടുക്കുമ്പോൾ ഇത് ഒരു ഐറ്റമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അല്ലാതെ 0 അല്ല 0 അല്ല, അപ്പോൾ ഒന്നിലും തള്ളിക്കളയരുത്. അപ്പോൾ 4A അപ്പൊ 0 എന്ന് തന്നെ ഇട്ട് പോകണം. അപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ അത് 0 എന്ന് പറഞ്ഞാൽ കൂട്ടണം മരണമാണെങ്കിൽ. അപ്പൊ ഇതാണ് അതിന്റെ ഇത് നമ്മൾ ഇത് എഴുതിയായിരുന്നോ എല്ലാവരും? ആർക്കും ഒന്ന് പറയുക. ഇത് പറയും, ക്ലാസ് എടുത്തല്ലോ ഇതല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇതാണ് ആയുസ്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് കഴിഞ്ഞ ഒരു കണക്ക് നമുക്ക് ചെയ്യണം. ഇത് ഉദാഹരണം, പിന്നെ ഒരു ഈ ഉദാഹരണം നമ്മൾ എഴുതിയായിരുന്നോ? ഹലോ, ഇല്ല. അപ്പൊ ഇത് എഴുതിക്കോളൂ. ഉദാഹരണം 1, തായ് വീടിന്റെ ചുറ്റ് യൗവനവും മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റുമാണെങ്കിൽ, കേസ് 1, തായ് വീടിന്റെ ചുറ്റ് യൗവനവും മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റുമാണെങ്കിൽ എത്ര വരും? ആർക്കും പറയാമോ മൂല്യം? തായ് വീടിന്റെ ചുറ്റ് യൗവനമാണെങ്കിൽ എപ്പോഴും നമ്മൾ തായ് വീടിന്റെ ചുറ്റിനാണ് നോക്കേണ്ടത്. തായ് വീടിന്റെ ചുറ്റ് മൊത്തം ചുറ്റും മരണച്ചുറ്റാണെങ്കിൽ അത് നോക്കണം. അത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് അതായത് ഒന്ന് കാണിച്ചു തരാം, ഒരു സെക്കൻഡ്. നേരത്തെ അതാണ്ട് വീടിന്റെ വെളിയിലത്തെ ചുറ്റ് ആയുസ് ഇത് വരും. അപ്പം തായ് വീടിന്റെ ചുറ്റിന്റെയാണ് യൗവനം, കൗമാരം, ബാല്യം. തായ് വീടിന്റെ ചുറ്റ് പ്രത്യേകം കാണാൻ ഒക്കുമെങ്കിൽ തായ് വീടിന്റെ ചുറ്റ് വെച്ചുകൊണ്ട് വേണം ഈ യൗവനവും കൗമാരവും ബാല്യവും മരണവും എല്ലാം കാണാൻ. അത് വെച്ചുകൊണ്ട് വേണം ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ. പക്ഷെ തായ് വീടിന്റെ ചുറ്റ് പ്രത്യേകം കാണാൻ ഒക്കില്ലെങ്കിൽ മൊത്തം വീടിന്റെ ചെയ്താൽ മതി. ഇത് പിന്നെ ഉദാഹരണം എടുക്കാം. തായ് വീടിന്റെ ചുറ്റ് യൗവനവും മൊത്തം വീടിന്റെ ചുറ്റ് മരണച്ചുറ്റുമാണെങ്കിൽ ആകെ മൂല്യം, അതായത് തായ് വീടിന്റെ ചുറ്റ് യൗവനമാണ്. യൗവനത്തിൽ 4 നമുക്കറിയാം. യൗവനത്തിൽ 4, പിന്നെ മരണച്ചുറ്റാണെങ്കിൽ 0 ആണ്. അപ്പോൾ 4+0/2 വരും. തായ് വീടിന്റെ ചുറ്റ് യൗവനവും മൊത്തം വീടിന്റെ ചുറ്റും, അപ്പം തായ് വീടിന്റെ ചുറ്റും യൗവനവും മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റുമാണെങ്കിൽ മൂല്യം ഇങ്ങനെ വേണം കാണാം. 4+0/2 വരും മൂല്യം. അപ്പൊ അതിനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ടോട്ടൽ നമുക്കറിയാം 4. അപ്പൊ 2/4 × 100. അപ്പോൾ ഇത് മൂല്യം കാണുന്നത് 2. ഇത് അതിന്റെ മൂല്യം കാണുന്നതെന്ന് എഴുതിക്കോളൂ. തായ് വീടിന്റെ ചുറ്റ് യൗവനവും മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റുമാണെങ്കിൽ ആകെ മൂല്യം 4+0/2 = 2 എന്ന് വരും. ഇനി രണ്ടാമത് വേറൊരു കേസ്, തായ് വീടിന്റെയും മൊത്തം വീടിന്റെയും ചുറ്റും മരണച്ചുറ്റാണെങ്കിൽ, സപ്പോസ് തായ് വീടിന്റെ ചുറ്റും മരണച്ചുറ്റായിട്ട് വന്നു. തായ് വീടല്ലാതെ പൊക്കം കുറഞ്ഞ ഭാഗം കാണും. അങ്ങനെ മൊത്തം ചുറ്റെടുത്തപ്പോൾ അതും മരണച്ചുറ്റായിട്ട് വന്നു. രണ്ടും മരണച്ചുറ്റാണെങ്കിൽ ആകെ മൂല്യം 0 ആണ്. കാരണം ഏറ്റവും മോശമാണ് തായ് വീട്. അപ്പോൾ ആകെ മൂല്യം 0 ആണ്. അതാണ് കേസ് 2. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഇനി കേസ് 3 എന്ന് പറയുന്നത്, കേസ് 2 എഴുതിയല്ലോ. തായ് വീടിന്റെയും മൊത്തം വീടിന്റെയും ചുറ്റും മരണച്ചുറ്റാണെങ്കിൽ ആകെ മൂല്യം 0. കേസ് 3, തായ് വീടിന്റെ ചുറ്റ് കൗമാരവും മൊത്തം ചുറ്റ്, മൊത്തം വീടിന്റെ ചുറ്റ് മരണച്ചുറ്റ് അല്ലാതിരിക്കുകയും ആണെങ്കിൽ ആകെ മൂല്യം. തായ് വീടിന്റെ ചുറ്റ് കൗമാരവും മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റ് അല്ലാതിരിക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? തായ് വീടിന്റെ ചുറ്റ് കൗമാരമാണ്. അപ്പൊ കൗമാരത്തിൽ നമുക്കറിയാം യൗവനമാണെങ്കിൽ 3, ബാല്യം, കൗമാരം. അപ്പൊ കൗമാരത്തിൽ 2. മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റ് അല്ലാതിരിക്കും. ഇപ്പൊ ആകെ മൂല്യ സമം 3. മൊത്തം ചുറ്റും മരണച്ചുറ്റ് അല്ലാത്തത് കൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം മറ്റേ തായ് വീടിന്റെ മാത്രം നോക്കിയാൽ മതി. മരണച്ചുറ്റ് ആണെങ്കിൽ 3+0 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവറേജ് എടുക്കണം. മരണച്ചുറ്റ് അല്ല, തായ് വീടിന്റെ ചുറ്റ് മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റ് അല്ലെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ തായ് വീടിന്റെയും മൊത്തം വീടിന്റെയും ചുറ്റും മരണച്ചുറ്റാണെങ്കിൽ ആകെ മൂല്യം 0. കേസ് 3, തായ് വീടിന്റെ ചുറ്റ് കൗമാരവും മൊത്തം വീടിന്റെ ചുറ്റും മരണച്ചുറ്റ് അല്ലാതിരിക്കുകയാണെങ്കിൽ ആകെ മൂല്യം 3 ആണ്. എഴുതി കഴിഞ്ഞല്ലേ അത്? അതിൽ എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ.
അതായത് മൊത്തം ചുറ്റും മരണം ചുറ്റും അല്ലാത്തത് കൊണ്ട് അത് പരിഗണിക്കേണ്ടതില്ല. മറ്റേ എൻ്റെ ബാക്കി എഴുതിയാണ്. ഇനി 4ാമത്തെ കേസ്, കേസ് 4. തായ് വീടിൻ്റെ ചുറ്റ് പ്രത്യേകമായി കണക്കാക്കാൻ സാധിക്കുന്നില്ല. അത് ചില വീടുകളിലെ കൺസ്ട്രക്ഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ് വീട് പ്രത്യേകമായിട്ട് നമുക്ക് തായ് വീട് ഉണ്ടെന്ന് മനസ്സിലാവും, പക്ഷെ അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനത്തെ കേസ് ചിലവും വരും. അങ്ങനത്തെ കേസ് വന്നാൽ മൊത്തം വീടിൻ്റെ ചുറ്റങ്ങ് നോക്കിയാൽ മതി, തായ് വീടിൻ്റെ ചുറ്റും നോക്കണ്ട. കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ തായ് വീടിൻ്റെ ചുറ്റ് പ്രത്യേകമായി കണക്കാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മൊത്തം വീടിൻ്റെ ചുറ്റിൻ്റെ മൂല്യം കണ്ടിട്ട് എഴുതിക്കൊള്ളു. തായ് വീടിൻ്റെ ചുറ്റ് പ്രത്യേകമായി കണക്കാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മൊത്തം വീടിൻ്റെ ചുറ്റിൻ്റെ മൂല്യം കണ്ടിട്ട് യൗവനം, അത് മറ്റേതുപോലെ തന്നെ, യൗവനം 3, 4, കൗമാരം 3, ബാല്യം അല്ലെങ്കിൽ വാർദ്ധക്യം 2, മരണം 0. ഇങ്ങനെ എടുത്താൽ മതി. അത് ഔട്ട് ഓഫ് 4 ആണ്. ഇതെല്ലാം ഔട്ട് ഓഫ് 4ലാണ്. തായ് വീടിൻ്റെ ചുറ്റ് പ്രത്യേകമായി കണക്കാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മൊത്തം വീടിൻ്റെ ചുറ്റിൻ്റെ മൂല്യം കണ്ടിട്ട് യൗവനം 4, കൗമാരം 3, ബാല്യം അല്ലെങ്കിൽ വാർദ്ധക്യം 2. ഏതാന്ന് നമ്മൾ നോക്കണം. നമ്മൾ വീടിന് ഏതാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മൂല്യം കൊടുക്കണം. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. അപ്പം എന്നിങ്ങനെ മൂല്യം നിശ്ചയിക്കാവുന്നതാണ്. ഇത് എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. എഴുതിയിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. അടുത്ത 5ാമത്തെ കേസ്. അല്ല, അത് 4B. ആയം വ്യയം, അതായത് ആയുസ് കഴിഞ്ഞു. 4A ആണ് ആയുസ്. ആയുസിൻ്റെ നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, അത് വെച്ച് അതിൻ്റെ ഇത് കഴിഞ്ഞു. അടുത്ത് 4B. ഇതും വെളിയിലത്തെ ചുറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. വീടിൻ്റെ വെളിയിലത്തെ ചുറ്റളവിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് ആയവും വ്യയവും. അപ്പോൾ 4B എന്ന് പറയുന്ന ആയം വ്യയമാണ്. എന്നായിരിക്കുന്നു. ഇതും ഔട്ട് ഓഫ് 4 ആണ്. ആയം വ്യയവും ഔട്ട് ഓഫ് 4. തായ് വീടിൻ്റെ ചുറ്റ് മാത്രം കണക്കാക്കിയാൽ മതി. തായ് വീടിൻ്റെ ചുറ്റ് കണക്കാക്കാൻ പറ്റിയില്ലെങ്കിൽ മൊത്തം വീടിൻ്റെ ചുറ്റ് എടുക്കുക. തായ് വീടിൻ്റെ ചുറ്റ് പ്രത്യേകം കാണാൻ പറ്റുമെങ്കിൽ തായ് വീടിൻ്റെ ചുറ്റ് എടുത്തിട്ട് അതിൻ്റെ ആയവും വ്യയവും കണ്ടാൽ മതി. നമുക്കൊരു ആയം കാണുന്നതിന് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അതുപോലെ ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വ്യയം. അങ്ങനെ ആയവും വ്യയവും കാണണം. തായ് വീടിൻ്റെ ചുറ്റ് കാണാൻ പ്രായോഗികമായി സാധിക്കാത്ത സാഹചര്യത്തിൽ തായ് വീടിൻ്റെ ചുറ്റ് കാണാൻ പ്രായോഗികമായി സാധിക്കാത്ത സാഹചര്യത്തിൽ മൊത്തം ചുറ്റ് കണ്ടിട്ട് മൂല്യം കാണാവുന്നതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞാണ് ആയം ഗ്രേറ്റർ ദാൻ വ്യയം. നമുക്ക് വേണ്ട എപ്പോഴും വ്യയത്തേക്കാൾ ആയം കൂടിയിരിക്കണം. ആ സിമ്പിളിൻ്റെ അർത്ഥം അറിയാമെന്ന് വിചാരിക്കുന്നു. ഗ്രേറ്റർ ദാൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾ എഴുതിക്കണം. മോർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള അർത്ഥമാണ് ആ സിമ്പിൾ. അപ്പോൾ ആയം വ്യയത്തേക്കാൾ കൂടുതലാണെങ്കിൽ ആണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മൂല്യം സമം 4 ആണ് ഏറ്റവും നല്ല ഐഡിയൽ കണ്ടീഷൻ. ആയം വ്യയത്തേക്കാൾ കൂടിയിരിക്കണം ആയം. അപ്പോൾ ആയം വ്യയത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ മൂല്യം 4 ആണ്. ഇനി ആയം കണ്ടിട്ട് ആയം വ്യയത്തേക്കാൾ വ്യയം ആൻഡ് പക്ഷാന്തര വ്യയം. വ്യയത്തേക്കാളും വ്യയവും പക്ഷാന്തര വ്യയവും കാണണം. വ്യയവും പക്ഷാന്തര വ്യയം രണ്ടും ആയത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആയം വ്യയത്തേക്കാളും വ്യയം ആൻഡ് പക്ഷാന്തര വ്യയം, വ്യയത്തിനേക്കാളും പക്ഷാന്തര വ്യയത്തിനെ രണ്ടിനേക്കാളും കുറവാണ് ആയം നിൽക്കട്ടെ. രണ്ടിനേക്കാളും കുറവാണെങ്കിൽ മൂല്യം സമം 1. വ്യയത്തിനേക്കാളും ആയം കുറവാണ്, അതുപോലെ പക്ഷാന്തര വ്യയത്തിനേക്കാളും ആയം കുറവാണ്. രണ്ടിനേക്കാളും ആയം കുറവാണെങ്കിൽ അതിൻ്റെ മൂല്യം 1 ആണ്. പക്ഷേ വ്യയത്തേക്കാൾ കുറവും പക്ഷാന്തര വ്യയത്തേക്കാൾ കൂടുതലുമാണെങ്കിൽ ഇത് ഏറ്റവും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആയത്തേക്കാൾ വ്യയത്തേക്കാൾ ആയം കുറവും, എന്നാൽ അങ്ങനെ വരികയാണെങ്കിൽ പക്ഷാന്തര വ്യയം നോക്കണം.
പക്ഷാന്തര വ്യയവും ആയത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് എടുക്കാൻ നല്ലതല്ല എന്ന് പറയും. അപ്പൊ അതാണ് മൂല്യം 1. ഇനി ആയം വ്യയത്തേക്കാൾ കുറവാണ്, പക്ഷെ പക്ഷാന്തര വ്യയം പിന്നെ ആയത്തേക്കാൾ കുറവാണെങ്കിൽ അത് നോക്കാം. അടുത്ത് നോക്കാം. ആയം ഈക്വൽ ടു വ്യയം, സപ്പോസ് തുല്യം, രണ്ട്, അത് വളരെ അപൂർവം അങ്ങനെ വരാറുള്ളൂ. അഥവാ വന്നാൽ ആയം നോക്കി വ്യയം നോക്കി രണ്ടും തുല്യമായിട്ട് വന്നു, മൂല്യം സമം 3. ഇനി ആയം ലെസ് ദാൻ വ്യയം, പക്ഷെ മോർ ദാൻ പക്ഷാന്തര വ്യയം. ആൻഡ് ആയം മോർ ദാൻ പക്ഷാന്തര വ്യയം. വ്യയത്തേക്കാൾ കുറവും പക്ഷാന്തരത്തേക്കാൾ കൂടുതലുമാണെങ്കിൽ മധ്യമത്തിൽ സ്വീകരിക്കാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഇപ്പം അങ്ങനെ വരികയാണെങ്കിൽ മൂല്യം സമം 2. അപ്പോൾ ഇത് ഓരോ കേസ് നമ്മൾ നോക്കണം. ആയവും വ്യയവും നോക്കിയിട്ട് ആയം വ്യയത്തേക്കാൾ കൂടുതലാണെങ്കിൽ മറ്റൊന്ന് നോക്കേണ്ട, മൂല്യം 4 തന്നെ. വ്യയത്തേക്കാൾ കുറവാണെങ്കിൽ പക്ഷാന്തര വ്യയം കൂടെ നോക്കണം. വ്യയവും പക്ഷാന്തര വ്യയവും ആയത്തേക്കാൾ കൂടുതലാണെങ്കിൽ മൂല്യം 1. രണ്ടും ഈക്വൽ ആണെങ്കിൽ 3. അതേസമയം ആയം വ്യയത്തേക്കാൾ കുറവും പക്ഷെ പക്ഷാന്തര വ്യയത്തേക്കാൾ കൂടുതലുമാണെങ്കിൽ മൂല്യം 2. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. മാറ്റാമല്ലോ. അതിൽ എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഓക്കെ. അടുത്ത 4C യോനി. ആയവും വയവും കഴിഞ്ഞു. യോനിയാണ്. യോനി നമുക്കറിയാം ദിശയ്ക്ക് അനുസരിച്ചുള്ള യോനിയാണെങ്കിൽ നമുക്കറിയാം. കിഴക്കിനിയാണെങ്കിൽ കിഴക്കിനിയായിട്ട് ചെയ്യുന്ന വീടിന് ധ്വജയോനി മാത്രമേ ആകാവൂ. തെക്കിനിയാണെങ്കിൽ സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവും. അതൊക്കെ അറിഞ്ഞിരിക്കണം ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ യോനി, അപ്പോൾ നമ്മൾ യോനി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചുറ്റളവ് കണ്ടിട്ട് കോലങ്ങളും ആക്കിയിട്ട് 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് യോനി. അപ്പൊ അങ്ങനെ യോനി കണ്ടുപിടിക്കണം. അത് ഔട്ട് ഓഫ് 4 ആണ്. ദിശയ്ക്ക് അനുയോജ്യമായ യോനി ആണെങ്കിൽ അത് കിഴക്കിനെയാണ് വീട്, പിന്നെ ധ്വജയോനിയാണ്, അപ്പൊ ദിശയ്ക്ക് അനുയോജ്യമാണ്. പടിഞ്ഞാറ്റിനെയാണെങ്കിൽ ധ്വജയോനിയോ സിംഹയോനിയോ ഗജയോനിയോ വൃഷഭയോനിയോ ഏത് വന്നാലും അനുയോജ്യമാണ്. ഇത് 4 കാരണം വൃഷഭയോനി അത്യുത്തമവും ധ്വജം സിംഹം ഗജം യോനിയുടെ ഉത്തമവുമാണ് പടിഞ്ഞാറ്റിനിക്ക്. അപ്പൊ ഇതിൽ 4 ഏത് വന്നാലും അത് അനുയോജ്യമാണ്. അപ്പൊ അങ്ങനെ ദിശയ്ക്ക് അനുയോജ്യമായ യോനി ആണോ നോക്കണം. ആണെങ്കിൽ മൂല്യം സമം 4. അനുയോജ്യമല്ലെങ്കിൽ മൂല്യം സമം 1. ഇപ്പൊ കിഴക്കിനെയാണ്, ധ്വജയോനി അല്ല, അപ്പൊ ദിശയ്ക്ക് അനുയോജ്യമായ യോനി അല്ല. കിഴക്കിനെ അല്ലാതെ വേറെ ഏത് യോനി വന്നാലും, അല്ലെങ്കിൽ ഒരു യോനി അല്ലാതെ 2 യോനിയുടെ ഇടയ്ക്കൊക്കെ വരും. അങ്ങനെയൊക്കെ ഏത് വന്നാലും ശരി, ധ്വജയോനി അല്ലെങ്കിൽ കിഴക്കിനിക്ക് അത് പാടില്ല. അപ്പൊ അനുയോജ്യമല്ല. അപ്പൊ അതിന് മൂല്യം 1. അപ്പോൾ ഔട്ട് ഓഫ് 4 ആണ്. അപ്പം ദിശയ്ക്ക് അനുയോജ്യമായ യോനി ആണെങ്കിൽ 4/4 × 100% വരും. അനുയോജ്യമല്ലെങ്കിൽ 1/4 × 100 25% വരും. ഇതിന് ഈ 4Cക്ക്. നിഷിദ്ധ യോനികൾ ഏതെങ്കിലും ആണെങ്കിൽ നമുക്കറിയാം. നിഷിദ്ധ യോനികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ധൂമയോനി, കുക്കുരയോനി, ഖരയോനി, വായസയോനി, ഇത് 4 നിഷിദ്ധ യോനികൾ. അപ്പൊ അതിൽ ഏതെങ്കിലും ആണെങ്കിൽ മൂല്യം സമം 0. അത് പിന്നെ അനുയോജ്യമായ അതിനെക്കാട്ടിയൊക്കെ ദോഷമാണ് നിഷിദ്ധ യോനികൾ. അപ്പൊ ഇത് ഒരു ഐറ്റമായിട്ട് എടുക്കുകയും വേണം, നേരത്തെ നമ്മൾ എടുത്തതുപോലെ. എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. ആരും എഴുതിയിട്ടില്ലെങ്കിൽ പറയണം. ഓക്കെ. അടുത്ത 5ാമത്തത് മുറികളുടെ ഉൾച്ചുറ്റ്. അപ്പൊ നമ്മൾ വെളിയിലത്തെ ചുറ്റി കഴിഞ്ഞു, അകത്തെ ചുറ്റാണ്. നേരത്തെ നമ്മൾ ഇതുവരെ എടുത്തത് ആയം വ്യയം യോനി, അതൊക്കെ മുറികൾ വീടിന്റെ വെളിയിലത്തെ ചുറ്റളവുമായിട്ടാണ്. ഇനി മുറികളുടെ അകത്തെ ചുറ്റളവാണ് അടുത്തായിട്ട് വാസ്തുമൂല്യത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ മുറികളുടെ ഉൾച്ചുറ്റെടുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മുറികൾ 2 തരമായിട്ട് തിരിക്കും. അതായത് കിടക്കമുറി, അടുക്കള, പൂജാമുറി. ഇതിന് 3നും കുറച്ചുകൂടെ പിന്നെ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഹയർ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിനും അടുക്കളയ്ക്കും പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറി, ഇത് 3നും ബാക്കിയുള്ള മുറികൾ ഇപ്പം ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം,
പിന്നെ സ്റ്റോർ ഉണ്ടെങ്കിൽ സ്റ്റോറ്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഓഫീസ് റൂമോ അല്ലെങ്കിൽ ഗസ്റ്റ് റൂമോ, ഗസ്റ്റ് ബെഡാണെങ്കിൽ അത് ബെഡ്റൂം വരും, ബെഡ്റൂമിൻ്റെ കൂടെ വരും. അപ്പോൾ അങ്ങനെ ബെഡ്റൂമിനും അടുക്കളയ്ക്കും പൂജാമുറിക്കും ഒരു പ്രത്യേക ഇതും, അല്ലാത്ത മുറികൾക്ക്, അല്ലാതെ വരുന്ന മുറികൾക്കെല്ലാം പ്രത്യേകമായിട്ടാണ് ഉൾച്ചുറ്റി കാണുന്നത്. അത് ഔട്ട് ഓഫ് 8 ആണ്. മുറികളുടെ ഉൾച്ചുറ്റ് ഔട്ട് ഓഫ് 8. അത് ബ്രാക്കറ്റ് എഴുതിക്കൊള്ളു. മുറികളുടെ ഉൾച്ചുറ്റ് ഔട്ട് ഓഫ് 8. ഇതാണ് അതിൻ്റെ ടേബിൾ. ഈ ടേബിൾ എഴുതിക്കൊള്ളു. ഇതുപോലെ തന്നെ എഴുതണം. റൂംസ്, ഊ എന്ന് പറഞ്ഞാൽ ഉത്തമം, മാ മധ്യമം, ആ അധമം, അടുത്ത മരണം, പിന്നെ മറ്റു വിറ്റുകൾ. ഇതിലൊന്നും ഉത്തമത്തിലും മധ്യമത്തിലും അധമത്തിലും മരണത്തിലും വരാത്തതാണ് മറ്റു വിറ്റുകൾ. ഇത് ആദ്യത്തെയാണ് ബെഡ്റൂം, അടുക്കള, പൂജാ റൂം. ഇതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ബെഡ്റൂം, കിച്ചൺ, പൂജാ റൂം. എന്നിട്ട് പെർസെൻറ്റേജ് എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് എഴുതിക്കൊള്ളു. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ പറയാം. ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയാം. ഓക്കെ, കഴിയുമ്പോ പറയണം. അതിന് ആരെങ്കിലും ഒരാളെങ്കിലും എഴുതി കഴിയുമ്പോൾ പറയുക. ഓക്കെ സാർ. ഓക്കെ. എഴുതി കഴിഞ്ഞു. ഇനി എഴുതി കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ആരെങ്കിലും എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ പറയാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ആ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആൾ എഴുതി കഴിയുമ്പോൾ പറയാം. സാർ ഓക്കെ. ഇനി ആരെങ്കിലും എഴുതാത്തതുണ്ടോ? വേറെ ആരെങ്കിലും എഴുതാത്തതുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുക. ഇപ്പം ഇത് ബെഡ്റൂം, അടുക്കള, പൂജ. ഇപ്പൊ ഒരു വീട്ടില് ഇപ്പൊ 2 ബെഡ്റൂം ഉണ്ട്, ഒരു അടുക്കളയും ഒരു പൂജാമുറി അവിടെ നിൽക്കട്ടെ. അപ്പൊ ആകെ മുറി 2, 1, 3, 2 ബെഡ്റൂം, ഒരു അടുക്കള, ഒരു പൂജാമുറി. അപ്പൊ 2, 4 മുറിയാണ് അവിടെ ഈ 3 ഈ 3-ലുള്ളത്. അപ്പൊ ഈ 4 ഉത്തമമാണ് നിൽക്കട്ടെ. ഈ 4 മുറിയുടെയും ചുറ്റ് വളരെ വാസ്തുവൊക്കെ നോക്കി ഏറ്റവും ഉത്തമമായ ചുറ്റാണെങ്കിൽ അപ്പൊ അവിടെ 100% ആണ്. അതായത് പെർസെൻറ്റേജ് ആണ്. 100% ഉത്തമമാണെങ്കിൽ 8-ൽ 8 കിട്ടും കേട്ടോ. അതായത് ഈ 5A പിന്നെ 4 മുറിയുണ്ട്, 4 ഉത്തമമാണ്. ഇപ്പൊ 4 2 ഉത്തമം ഉണ്ടെങ്കിൽ 50 വരും. 50 ആൻഡ് എബോവ് അപ് ടു 75 വരെ എല്ലാ. അപ്പം 100% ഉത്തമമാണെങ്കിൽ 8, 100% മധ്യമമാണെങ്കിൽ 7, 100% അധമമാണെങ്കിൽ 6, മരണമാണെങ്കിൽ 0 ആണ്. എല്ലാ മുറികളും മരണച്ചുറ്റാണ്. അവിടെ ഉള്ള മുറികളെല്ലാം ഈ 2 ബെഡ്റൂമും, ഒരു അടുക്കളയും, ഒരു പൂജാമുറിയും ഉണ്ട്. ഇത് 4 മരണച്ചുറ്റാണെങ്കിൽ അവിടെ 0 ആണ് അതിന് കിട്ടുന്നത്. പിന്നെ മറ്റു ചുറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇത് വരുന്നത് ഉത്തമവും മധ്യമവും അധമവും മരണവും അല്ലാതെ ഉള്ള ചുറ്റ് വരും. അപ്പൊ അങ്ങനെ വരുന്നതിന് ഇവിടെ 0.5 ആണ്. ഇതിൽ ഏതിലാണ് വരുന്നതെന്നുള്ള ആദ്യം കണ്ടുപിടിക്കണം. 100 വരുമോ, 75, 50. അതായത് ഇപ്പം 10%
മുറികളാണെന്നുണ്ടെങ്കിൽ 0 and above 25 ആയില്ല. 25 ആയാലേ ഈ രണ്ടാമത്തെ വരുള്ളൂ. 50 ആയാലേ മൂന്നാമത്തെ വരുള്ളൂ. ഇത് 50 and above എന്നാണ്, 75 and above. 75 ഇപ്പൊ 80 വന്നിരിക്കട്ടെ, അപ്പം 100 വരില്ല, 75 and above വരുള്ളൂ. 75 മുതൽ മേപ്പോട്ട് 100 ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഇത് വരും. 100-ന് താഴെയുള്ള എല്ലാം 75 മുതൽ മേപ്പോട്ട് 100 താഴെയുള്ള എല്ലാം ഈ 75 അപ്പ് അതിൽ വരും. 50 അപ്പ് എന്ന് പറഞ്ഞാൽ 50 മുതൽ മേപ്പോട്ട് 75 വരെയുള്ള എല്ലാം ഈ 50 അപ്പിൽ വരും. 75 ആയ അടുത്ത റേഞ്ചിൽ പോകും. അതുപോലെ 25 അപ്പ്, 0 അപ്പ്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും പിന്നെ മൂല്യമാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ കാണിച്ച മൂല്യങ്ങൾ കണ്ടിട്ട് എല്ലാം നമ്മൾ മൂല്യ ശതമാനം കണ്ടു വേണം അവസാനം കാണിക്കുക. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതിപ്പോ 5A ആണ്. ഉദാഹരണം 3 കിടക്കമുറി, ഇത് എഴുതിക്കൊള്ളി. ഉദാഹരണം 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി. ഒരു വീട്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. 3 ബെഡ്റൂമും ഒരടുക്കളയും ഒരു പൂജാമുറി ഒരു വീട്ടിലുണ്ട്. അപ്പൊ നമുക്ക് ആകെ എത്ര മുറിയുണ്ട്? നിങ്ങളുടെ അതിനകത്ത് പങ്കെടുക്കണം. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറയും ആകെ എത്ര മുറിയുണ്ട്? 5 മുറി. അപ്പം 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി എന്നീ മുറികളുള്ള ഒരു വീട്ടിൽ മുറികളുടെ ഉൾച്ചുറ്റിനുള്ള ആകെ മൂല്യ ശതമാനം കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ. 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി എന്നീ മുറികളുള്ള ഒരു വീട്ടിൽ മുറികളുടെ ഉൾച്ചുറ്റിനുള്ള ആകെ മൂല്യ ശതമാനം കാണുക. ഈ ടേബിൾ തന്നിരിക്കും. അപ്പൊ ടേബിൾ എപ്പോഴും നിങ്ങൾ കാണാതിരിക്കേണ്ട ആവശ്യമില്ല. ടേബിൾ തന്നിരിക്കും. പക്ഷെ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്കറിയാം ആകെ മുറികളുടെ എണ്ണം 3 1 4 1 5 ആണ്. ആകെ മുറികളുടെ എണ്ണം സമം 5. ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള കാണിക്കുകയാണ്. ആകെ മുറികളുടെ എണ്ണം സമം 5. ആ 5-ൽ 3 എണ്ണം കിടക്കമുറിയാണ്, ഒരടുക്കളയാണ്, ഒരു പൂജാമുറിയാണ്. അപ്പൊ അതിനകത്ത് പിന്നെ കേസ് 1 പല കേസും നോക്കി. വീട്ടിലാകെ ഉള്ളതാണ് 3 കിടക്കമുറി, ഒരടുക്കള, ഒരു പൂജാമുറി. അതിൽ ഈ 5 മുറികളുടെ ഉൾച്ചുറ്റ് ഉത്തമമാണെങ്കിൽ ഈ 3 കിടക്കമുറിയുടെയും അടുക്കളയുടെയും പൂജാമുറിയുടെയും ഉൾച്ചുറ്റ് എല്ലാം ഉത്തമമാണെന്ന് കേട്ടോ. വാസ്തു നോക്കി ചെയ്തൊരു വീടാണ്. എല്ലാ മുറികളുടെ ഉൾച്ചുറ്റ് ഉത്തമമാണെന്ന് ഇരിക്കട്ടെ. ആണെങ്കിൽ ആണ് കേസ് 1. ഈ 5 മുറികളുടെ ഉൾച്ചുറ്റ് ഉത്തമമാണെങ്കിൽ അവ മുറികളുടെ ശതമാനം 5 out of 5 വരും. 5-ൽ 5. അപ്പൊ 100% വരും. ഉത്തമമായ മുറികൾ സമം 100%. ആകെ 5 മുറി, 5 ഉത്തമം. അപ്പോൾ 100% മുറി ഉത്തമമാണ്. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ആകെ മുറികൾ 5, 5 ഉത്തമമാണെങ്കിൽ 100% ഉത്തമമാണ്. അപ്പൊ 100% ഉത്തമമാണെങ്കിൽ ടേബിൾ നോക്കുക. 100% ഉത്തമമാണെങ്കിൽ 8 ആണ്. ആ ടേബിൾ നോക്കുക. 100% ഉത്തമമാണെങ്കിൽ അതിന്റെ മൂല്യം 8 ആണ്. ഔട്ട് ഓഫ് 8 നേരത്തെ അപ്പൊ 8 out of 8 അതാണ് 100%. അപ്പൊ മൂല്യം സമം 8. അത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. 100% നേരെ ഉത്തമം 100% ഉത്തമമാണെങ്കിൽ 8 ആണ്. ഫ്രം ദ ടേബിൾ മൂല്യം 8 കിട്ടിയത് ടേബിളിൽ നിന്നാണ്. മൂല്യ ശതമാനം 8 എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 8 ആണ്. അപ്പൊ 8/8 into 100. ഔട്ട് ഓഫ് 8 തന്നിട്ടുണ്ട്. അപ്പൊ താഴെ 8 ആണ്. മുകളിൽ കിട്ടിയത് 8 ആണ് മൂല്യം കിട്ടിയത്. ശതമാനം ആക്കുമ്പോൾ into 100. അപ്പൊ അതിന്റെ മൂല്യ ശതമാനം 100 കിട്ടും. മറ്റേ ആദ്യം കിട്ടിയ 100 ഉത്തമമായ മുറികളുടെ ശതമാനമാണ്, മൂല്യ ശതമാനമല്ല. അതിന് മാറിപ്പോയത്. ഇപ്പൊ ഇവിടെ രണ്ടും ഒന്നാണെന്ന് വന്നേ ഉള്ളൂ. എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഇത് സംശയമുണ്ടോ അതിനകത്ത്? എഴുതി കഴിഞ്ഞല്ലോ. എഴുതി കഴിയാത്തൊരു പറയാം. ഓക്കെ. അപ്പം 5 മുറിയുണ്ട്. 5 മുറിയുടെ ഉച്ചിട്ട് ഉത്തമമാണെങ്കിൽ മൂല്യ ശതമാനം 100 കിട്ടും. ഇനി രണ്ടാമത്തെ കേസ് 2. ഈ 5 മുറികളിൽ 2 മുറികൾ ഉത്തമവും 2 മുറികൾ മധ്യമവും 1 മുറി മരണം ചുറ്റുമാണെന്നിരിക്കട്ടെ.
ഏതാണെന്നുള്ള ഇപ്പം ബെഡ്റൂമിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, അത് നോക്കട്ടെ. 5 മുറികളാകെ ഉണ്ട്. അതിൽ 2 മുറി ഉത്തമമാണ്, അതിൻ്റെ ചുറ്റും ഉത്തമമാണ്. 2 മുറിയുടെ ചുറ്റും മധ്യമമാണ്, 1 മുറി മരണ ചുറ്റുമാണ്. നിങ്ങളും ചെയ്ത് നോക്കാമോ? അപ്പോൾ പിന്നെ തെറ്റെങ്കിൽ സാരമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര എസ്റ്റിമേറ്റ് വരും? കാരണം ഉത്തമം 2 മുറിയാണ്. അപ്പോൾ 2/5. അപ്പോൾ ഉത്തമമായ മുറികളുടെ എണ്ണം 2. 2 മുറി, 5 മുറിയിൽ 2 മുറിയാണ്. അപ്പോൾ 2/5 ആണ്. അല്ല, 5 മുറിയിലാണ് 2 മുറി ഉത്തമം. അപ്പോൾ അതിൻ്റെ 2/5 ആണ്. അപ്പോൾ 2/5 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആക്കുമ്പം പിന്നെ 2/5 × 100 എന്ന് വരും. ശതമാനം സമം 2/5 × 100. അതായത് മുറിയുടെ ശതമാനം, ഉത്തമമായ മുറികളുടെ ശതമാനം. ആകെ 5 എണ്ണം ഉണ്ട്, അതിൽ 2 എണ്ണം ഉത്തമമാണ്. അപ്പോൾ 2/5 × 100 ആണ് ഉത്തമമായ മുറികളുടെ ശതമാനം. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അത് മൂല്യ ശതമാനമല്ല, ഉത്തമമായ മുറികളുടെ ശതമാനം. അത് 40% വരും. അപ്പോൾ ഈ ടേബിൾ നോക്കുക, 40% എവിടെ വരും നോക്കുക. 25 ആൻഡ് എബോവ് വരും. ആദ്യം മോളി 100, അതിന് താഴെ 75 എബോവ്, 50 എബോവ്, 25 എബോവ്. ഇപ്പോൾ ഇവിടെ 40 ആണ്. 50 എടുക്കാവില്ല, കാരണം 50 ആയില്ല, 40 ആയുള്ളൂ. ഇപ്പോൾ 25 ആൻഡ് എബോവ് വരുമ്പം ഉത്തമമാകുമ്പോൾ 5 ആണ് മൂല്യം. നോക്കുക, മനസ്സിലായോ? അത് 25 ആൻഡ് എബോവ് ടേബിൾ നോക്കുക. നമ്മളിപ്പോൾ നേരത്തെ എഴുതിയ ടേബിൾ നോക്കുക. 25 എബോവ് എന്ന് പറഞ്ഞാൽ അത് ഉത്തമമാണ്. 25% ആൻഡ് എബോവ് ഉത്തമമാണെങ്കിൽ മൂല്യം 5 ആണ്. അപ്പോൾ മൂല്യം സമം 5. അത് ടേബിളിൽ നിന്നാണ്, ഫ്രം ദ ടേബിൾ. ഇനി മധ്യമമായ മുറികൾ നോക്കണം. ഇപ്പോൾ ഉത്തമമായ മുറിയുടെ മൂല്യം 5 എന്ന് കിട്ടി. ഇനി മധ്യമമായ മുറി, മധ്യമമായ മുറികളുടെ എണ്ണം. അത് 2 മുറിയാണ് മധ്യമം എന്ന് പറഞ്ഞേക്കുന്നത്, അത് 2 ആണ്. ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നില്ല, എല്ലാം അതുപോലെ ആയിരിക്കണം എന്നില്ല. നമ്മൾ നോക്കണം. അപ്പം 2 മുറികളാണ് മധ്യമം. അപ്പോൾ അതിൻ്റെ ശതമാനം നോക്കണം. അതും 2/5 × 100, 40% തന്നെ. അത് സെയിം ആണ്. പക്ഷെ മൂല്യം മാറും. നോക്കണം, മധ്യമാകുമ്പോൾ നോക്കുക, അതും 25 എബോവ് ആണ്. 40% ആകുമ്പോൾ 25 എബോവ്. 25 എബോവ് മധ്യമാകുമ്പോൾ 4 ആണ് മൂല്യം. നോക്കുക, ടേബിൾ നോക്കുക. 25 എബോവിന് മധ്യമമാണെങ്കിൽ, ഇത് മധ്യമമാണ്, മധ്യമാകുമ്പോൾ 4 ആണ്, മൂല്യ സമം 4 ആണ്. അത് ടേബിളിൽ നിന്നാണ്. അത് ഫ്രം ദ ടേബിളിൽ നിന്ന് വേണേൽ എഴുതാം ബ്രാക്കറ്റിൽ. മറ്റേ ടേബിളിൽ നിന്ന് എഴുതിയോണ്ടാണ് ഇതിനകത്ത് എഴുതാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂല്യ സമം 4 ബ്രാക്കറ്റിൽ ഫ്രം ദ ടേബിൾ എന്ന് എഴുതാം. അപ്പോൾ ഉത്തമമായ മുറികളുടെ മൂല്യം 5 കിട്ടി, മധ്യമമായ മുറികളുടെ പിന്നെ മൂല്യം 4 കിട്ടി. ഇനി 1 മുറി മരണച്ചുറ്റാണ്. അപ്പോൾ അത് ഇത് ഇത്ര എഴുതിയല്ലോ, രാവിലെ എഴുതിയിട്ടില്ലെങ്കിൽ പറയണം, എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയാം. ഓക്കെ. മരണച്ചുറ്റുള്ള മുറികളുടെ എണ്ണം 1. അപ്പോൾ അതിൻ്റെ ശതമാനം എത്ര നോക്കണം? 1/5. ആകെ 5 അല്ലേ? അപ്പോൾ 1/5. 1/5 × 100, 20% വരും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. മൂല്യം 1. ഇതാ മൂല്യം 1 അല്ലേ സാർ? നോക്കുക, 20% ടേബിൾ നോക്കുക. 20% എന്ന് പറയുമ്പോൾ 0 എബോവ് വരും. 25 ആയില്ല. 0 എബോവ് വരുമ്പോൾ മരണച്ചുറ്റ് നോക്കുക. മരണച്ചുറ്റ് 1 ആണ്. അപ്പം മൂല്യം സമം 1. അത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്, ഫ്രം ദ ടേബിൾ. അപ്പോൾ ആകെ മൂല്യം നോക്കണം. അപ്പോൾ 3 കൂടെ ഉള്ള മൂല്യം നോക്കണം. 5 + 4 + 1. ഉത്തമത്തിന് 5, മധ്യമത്തിന് 4, മരണച്ചുറ്റിന് 1. അങ്ങനെ ആകെ മൂല്യം കാണണം. 10 വരും. 10/8. മനസ്സിലായല്ലേ? ഇത് അത് ഉത്തമത്തിന്റെ 5 ആണ് മൂല്യം വന്നത്, മധ്യമത്തിന്റെ 4 ആണ് മൂല്യം വന്നത്, മരണച്ചുറ്റിന്റെ 1 ആണ് മൂല്യം വന്നത്. അപ്പോൾ ആകെ മൂല്യം 10. അപ്പം ശരാശരി മൂല്യം കണ്ടുപിടാം. 10/3 വരും. ആകെ മൂല്യം കണ്ടു കഴിഞ്ഞാൽ ശരാശരി മൂല്യം കാണണം. 3 കൂടെയാണ് 10. അപ്പം ശരാശരി മൂല്യം സമം 10/3 വരും. ശരാശരി മൂല്യം കാണണം. 10/3 എന്ന് പറയുമ്പോൾ 3.33 വരും. അപ്പോൾ ശരാശരി മൂല്യം 3.33 വന്നു. അപ്പോൾ അത് ഔട്ട് ഓഫ് 8 ആണ്. അപ്പം പിന്നെ മൂല്യ ശതമാനം കാണണം. ആകെ മൂല്യ ശതമാനം കാണണം. മൂല്യ ശതമാനം ഔട്ട് ഓഫ് 8 ആകുമ്പോൾ 3.33 ÷ 8 × 100.
ഇതാണ് മൂല്യ ശതമാനം. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 41.63% കിട്ടും. എപ്പോഴും 2 സംഖ്യ എടുക്കണം. പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ കൂടെ എഴുതിയിരിക്കണം. നിങ്ങൾ ചെയ്ത് നോക്കണം. അഥവാ ഞാൻ ചെയ്തതിൽ അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. 3.33/8 × 100. കറക്റ്റാ സാറേ. 41.625. അപ്പം ഇതിന്റെ ആകെ മൂല്യ ശതമാനം, ഈ ഐറ്റത്തിന് ആകെ മൂല്യ ശതമാനം, അതായത് പിന്നെ ആകെ 5 മുറികൾ. ഇതിലെ മറ്റൊന്നും എടുത്തിട്ടില്ല. ബാക്കി നമ്മളെ ബെഡ്റൂമും അടുക്കളയും പൂജാമുറിയും മാത്രമേ എത്തുള്ളൂ. 3 അടുക്കള, 3 ബെഡ്റൂം, 1 അടുക്കള, 1 പൂജാറും. അപ്പൊ അങ്ങനെ 3 2 5 അല്ല, 2 ബെഡ്റൂം, അങ്ങനെ ഇപ്പൊ 5 മുറി അങ്ങനെ വന്നത്. 2 2 4 1 5. അപ്പൊ അതിന്റെ ആകെ മൂല്യം 41.63% ആണ്. ഇതാണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കാണുന്ന മെത്തേഡ്. ഇത് കുറെ ചെയ്തു പോകണം, ഇത് ചെയ്ത് പഠിക്കണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. അടുത്തത് 5B. അതായത് നമ്മൾ 5A എന്ന് പറഞ്ഞാൽ കിടക്കമുറി, അതായത് ബെഡ്റൂം, അടുക്കള, പൂജാറൂം. ഇത് മറ്റുള്ള മുറികളൊക്കെ 5Bയിൽ വരും. ഇത് 3 അല്ലാത്ത മുറികളെല്ലാം 5B വരും. റൂംസ്: ഉത്തമം, മധ്യമം, അധമം, മരണം, മറ്റു യൂറ്റുകൾ. എഴുതിയായിരിക്കുന്നു. ആ റൂംസ് എഴുതുക. ഡൈനിങ് റൂം, ഡൈനിങ് എഴുതിയാലും മതി. റൂംസിന്റെ താഴെ ഡൈനിങ്, ലിവിങ്, ഡ്രോയിങ്, ഇതെല്ലാം അതിനകത്ത് വരും. ഇങ്ങനെ ഏത് പേരിലായാലും അതെല്ലാം അതിനകത്ത് വരും. ഈ മറ്റേ നേരത്തെ പറഞ്ഞ ബെഡ്റൂമും അടുക്കളയും പൂജാമുറി ഒഴിച്ചുള്ള എല്ലാം ഇതിനകത്ത് വരും. ഓഫീസ് റൂം ഉണ്ടെങ്കിൽ അത് വരും, ലൈബ്രറി ഉണ്ടെങ്കിൽ അത് വരും, എക്സെട്ര. അതേസമയം പിന്നെ ഓപ്പൺ സിറ്റ് ഔട്ട് അതൊന്നും വേണ്ട. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയാലും മാത്രം മതി. ഓപ്പൺ വർക്ക് ഏരിയ, ഓപ്പൺ സിറ്റ് ഔട്ട് അതൊന്നും വേണ്ട. വർക്ക് ഏരിയ പിന്നെ ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണെങ്കിൽ വരും, ഓപ്പൺ ആണെങ്കിൽ വരില്ല. പെർസെൻറ്റേജ് നേരത്തെ പെർസെൻറ്റേജ് 100, അതിൻ്റെ പിന്നെ മൂല്യം എഴുതിക്കണം. 100% ആണെങ്കിൽ 100% ഉത്തമമാണെങ്കിൽ മൂല്യം 7 ആണ്. 100% മധ്യമമാണെങ്കിൽ മൂല്യം 6 ആണ്. 100% അധമമാണെങ്കിൽ മൂല്യം 5 ആണ്. 100% മരണമാണെങ്കിൽ മൂല്യം 0.1 ആണ്. 100% മറ്റു വിറ്റുകളാണെങ്കിൽ 0.2 ആണ് മൂല്യം. അപ്പൊ ഇതെന്നറിയാം, ഈവൻ അധമത്തെക്കാളും വളരെ മോശമാണ് മറ്റു വിറ്റുകൾ. ഉത്തമം, മധ്യമം, അധമം ഏതായാലും കറക്റ്റ് ഇതാണ് ചുറ്റാണെങ്കിൽ. പക്ഷെ മരണച്ചുറ്റാണ് ഏറ്റവും മോശം. പക്ഷെ മറ്റു വിറ്റുകളും ഏതാണ്ട് മരണച്ചുറ്റാണ് വളരെ കുറവാണ്. മറ്റേ 5 വരുമ്പോൾ 0.2 ഉള്ളൂ. അത് 75 and above. ആറ്, 5, 4, 0.2, 0.3. ഏതായിരിക്കുന്നു? അടുത്ത 50 and above. 5, 4, 3, 0.3, 0.4. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉത്തമത്തിൻ്റെ ഒക്കെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് പെർസെൻറ്റേജ് കുറയുമ്പം മൂല്യവും കുറയും. പക്ഷെ മരണച്ചുറ്റൊക്കെ പെർസെൻറ്റേജ് കുറയുന്നതാണ് നല്ലത്. മരണച്ചുറ്റിൻ്റെ ഉള്ള മുറികളിലൊക്കെ പെർസെൻറ്റേജ് ഏറ്റവും കുറഞ്ഞിരിക്കണം. അപ്പോൾ അത് കുറയും തോറും പോയിന്റ് കൂടി വരുന്നത് അതുകൊണ്ടാണ്. 25 and above. 4, 3, 2, 0.5, 0.6. സീറോ ആൻഡ് അബവ്. 3, 2, 1, 0.75, 0.8.
ഇതാണ് 5B ടേബിൾ. അതായത് ഇത് പിന്നെ ബെഡ്റൂമും അടുക്കളയും പൂജാമുറി അല്ലാത്ത മുറികളെല്ലാം ഇതിനകത്ത് വരും. ഇപ്പം ടോയ്ലറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ടോയ്ലറ്റ്, സ്റ്റോർ അങ്ങനത്തെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. സിറ്റ് ഔട്ട് എടുക്കണം, പക്ഷെ ഓപ്പൺ സിറ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ഭിത്തിയൊക്കെ ഉള്ള സിറ്റ് ഔട്ട് ആണെങ്കിൽ എടുക്കണം. വർക്ക് ഏരിയ ആണെങ്കിലും എടുക്കണം, ക്ലോസ്ഡ് ആണെങ്കിൽ. ഓപ്പൺ വർക്ക് ഏരിയ ആണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഗ്രില്ലൊക്കെ ഇട്ട വർക്ക് ഏരിയ ആണെങ്കിലും എടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഓപ്പൺ വർക്ക് ഏരിയ വരും. അതുപോലെ സിറ്റ് ഔട്ടും ഗ്രില്ലിട്ട് മറിച്ചാണെങ്കിൽ എടുക്കണ്ട. അപ്പോൾ അത് ഇറ്റ് ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ആകെ മൂല്യം കണക്കാക്കുന്നത് മറ്റേതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. ആകെ മൂല്യം കണക്കാക്കുന്നത് 5A, ഇതിപ്പോൾ 5B ആണ്. 5A ചെയ്തതുപോലെ തന്നെയാണ്. വീണ്ടും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാമ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതറിയാമെങ്കിൽ ഇത് നമുക്ക് അതുപോലെ ഇത് മാത്രം ടേബിൾ നോക്കണമെന്നേ ഉള്ളൂ. അപ്പം ബെഡ്റൂമോ പൂജാമുറിയോ അടുക്കളയൊക്കെയാണെങ്കിൽ ആദ്യത്തെ ടേബിൾ നോക്കണം, 5A നോക്കണം. അല്ലാത്തതിനൊക്കെ ഈ 5B ടേബിൾ നോക്കണം. അതുപോലെ നമ്മൾ ഇതിൻ്റെ താഴെ ഒന്ന് എഴുതിക്കോളൂ. അതായത് എഴുതാൻ പറ്റട്ടെ, അതായത് പറഞ്ഞിട്ട് എഴുതാം. ഇപ്പൊ നമ്മൾ ഈ ടോട്ടൽ വീടിന്റെ മൂല്യം കാണുമ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ഒന്നാമത്തെ ദിശ മാത്രം നോക്കിയുള്ള 1, 2, അത് കഴിഞ്ഞ് 3 കഴിഞ്ഞു, 4 ഇപ്പൊ 5A 5B ഇതെല്ലാത്തിൻ്റെയും എടുക്കും. അപ്പൊ 5Aയും 5Bയുടെ ഒക്കെ പ്രത്യേകം എടുക്കണം. 5Aയും 5Bയുടെ ഒരുമിച്ച് അങ്ങനെ എടുക്കരുത്. 5Aയുടെ പ്രത്യേകം എടുക്കണം, 5Bയുടെ പ്രത്യേകം എടുക്കണം. അപ്പൊ അതൊന്ന് എഴുതിക്കോളൂ. ആകെ മൂല്യം കണക്കാക്കുന്നത് 5Aയിൽ ചെയ്തതുപോലെ എഴുതിയിട്ട് താഴെ എഴുതിക്കോളൂ. വീടിനുള്ള ആകെ മൂല്യം കണക്കാക്കുന്നത് 5Aയിൽ ചെയ്തതുപോലെ. എന്നിട്ട് താഴെ എഴുതിക്കോളൂ. വീടിനുള്ള ആകെ മൂല്യം കാണുമ്പോൾ കോമ 5A 5B 5 അല്ല, അവിടെ വേണമെന്നില്ല, കോമ വേണമെന്നില്ല. ആദ്യത്തെ കോമ വേണ്ട. വീടിനുള്ള ആകെ മൂല്യം കാണുമ്പോൾ 5A, 5B. വീടിനുള്ള ആകെ മൂല്യം കാണുമ്പോൾ 5A, 5B എന്നിവയുടെ ശതമാനം. വീടിനുള്ള ആകെ മൂല്യം കാണുമ്പോൾ 5A, 5B എന്നിവയുടെ ശതമാനം പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. എഴുതി വിചാരിക്കുന്നു. മാറ്റാമല്ലോ, എല്ലാവരും എഴുതി കാണുന്ന വിചാരിക്കുന്നു. ആറാമത്തത് അപൂർണമായ മൂല അല്ലെങ്കിൽ മിസ്സിംഗ് കോർണർ. എല്ലാ ഫാൾട്ടും ഇതിനകത്ത് ഈ പൂർണ്ണത്തിനകത്ത് വരും. അപൂർണമായ മൂല അല്ലെങ്കിൽ മിസ്സിംഗ് കോർണർ. ഔട്ട് ഓഫ് 8. അപൂർണമായ മൂല മിസ്സിംഗ് കോർണർ ഔട്ട് ഓഫ് 8 ആണ്. അതിൻ്റെ ടേബിൾ നോക്കിക്കോളൂ. ഇതാണ് അതിൻ്റെ ടേബിൾ. ഈ ടേബിൾ വരച്ചോളൂ. നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. ഇപ്പം നോർത്ത് ഈസ്റ്റ് മൂലയാണ് മിസ് ചെയ്യുന്നതെങ്കിൽ ഒരു വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയില്ല, അത് മിസ്സിംഗ് കോർണർ ആണെങ്കിൽ അപൂർണമായ മൂല്യമാണെങ്കിൽ മൂല്യം 3 ആണ്. 8-ൽ 3 ആണ്. ഔട്ട് ഓഫ് 8 ആണ്. സൗത്ത് ഈസ്റ്റ് ആണെങ്കിലും 3 ആണ്. സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ 1 ആണ്. നോർത്ത് വെസ്റ്റ് ആണെങ്കിലും 3 ആണ്. ഇപ്പോൾ നോർത്ത് വെസ്റ്റും സൗത്ത് ഈസ്റ്റും നോർത്ത് ഈസ്റ്റ് മൂലയൊക്കെ മിസ് ചെയ്താൽ എല്ലാം ഒരുപോലെ ഉള്ളൂ. പക്ഷെ സൗത്ത് വെസ്റ്റ് കന്നിമൂല ആണ് മിസ്സിംഗ് എങ്കിൽ ദോഷം കൂടുതലാണ്. അവിടെ മൂല്യം 1 ഉള്ളൂ. എഴുതി വിചാരിക്കുന്നു. എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ, അതായത് മിസ്സിംഗ് കോർണറേ ഇല്ല, 4 മൂലയും പൂർണ്ണമാണ്. അപ്പം 8-ൽ 8 ആണ്. അപ്പം മൂല്യം സമം 8 ഔട്ട് ഓഫ് 8 × 100, 100%. അപ്പോൾ ഒരു മൂല്യം മിസ്സിംഗ് ഇല്ലാത്ത വീടിന് 100% ആണ് ഈ ഒരു ഐറ്റത്തിന്. ഈ 6 എന്നുള്ള ഐറ്റത്തിന് മൂല ഒന്നും മിസ് ചെയ്യാത്ത വീടാണെങ്കിൽ, എല്ലാ മൂലയും കറക്റ്റായിട്ട് ഉള്ള വീടാണെങ്കിൽ അവിടെ 100% കിട്ടും. എല്ലാ മൂലകളും പൂർണ്ണമാണെങ്കിൽ മൂല്യം. ഇനി
നോർത്ത് ഈസ്റ്റ് മൂല അപൂർണമാണെങ്കിൽ, അത് വടക്ക് കിഴക്കേ മൂല, വടക്ക് കിഴക്കേ മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം, നമ്മൾ ഔട്ട് ഓഫ് 8 ആണ്. അവിടെ നോക്കൂ, ടേബിൾ നോക്കൂ. നോർത്ത് ഈസ്റ്റ് മൂല അപൂർണമാണെങ്കിൽ 3 മൂല്യം. ഇപ്പൊ 3/8 × 100 3 ഔട്ട് ഓഫ് 8 ആണ്. നോർത്ത് ഈസ്റ്റ് മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം 3/8 × 100 37.5%. അത് സൗത്ത് ഈസ്റ്റ് മൂല അപൂർണമാണെങ്കിൽ മൂല്യം സമം, സൗത്ത് ഈസ്റ്റും 3 അപ്പൊ സെയിം തന്നെ വരും, 3/8 × 100 അതും 37.5% വരും. ഇനി അത് സൗത്ത് വെസ്റ്റ് ആണ് അപൂർണമെങ്കിൽ മൂല്യ സമം എത്ര വരും പറയാമോ? ആരെങ്കിലും പറയൂ. 100/8. 100/8 1/8 × 100 അങ്ങനെയാണോ പറയാം? 1 × 100/8. മൂല്യം 1 ആണ്. മൂല്യം 1 അപ്പൊ 1/8 × 100 100/8 തന്നെ വരും. വേണം 1 100 ഇതിങ്ങനെ വേണം പറയാം. 1 മൂല്യം 1 ഔട്ട് ഓഫ് 8 ആണ്. 1/8 × 100 ഇപ്പോൾ 12.5%. ഓക്കെ, ഇനി മൂല്യം അപൂർണമാണെങ്കിൽ അത് കൂടുതൽ ദോഷമാണ്. 12.5% ഉള്ളൂ മൂല്യം ശതമാനം 12.5% ഉള്ളൂ. ഇതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് മൂല്യം അപൂർണമാണെങ്കിൽ മൂല്യം സമം മറ്റേതുപോലെ 3 തന്നെ, 3/8 × 100 37.5%. ഇനി ചിലപ്പോൾ ചില വീടുകൾക്ക് ഒന്നിൽ കൂടുതൽ മൂല്യം അപൂർണമായിട്ട് വരും. ചിലപ്പോൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇല്ല, ചിലപ്പോൾ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് നമ്മൾ നോക്കണം, അതെങ്ങനെ ചെയ്യണം നോക്കണം. ഇത് എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരും എഴുതിയിട്ടില്ലെങ്കിൽ പറയാം. ഓക്കെ, ഒന്നിൽ കൂടുതൽ മൂലകൾ അപൂർണമാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ മൂലകൾ അപൂർണമാണെങ്കിൽ ആ മൂലകളിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം പരിഗണിക്കണം. അതായത് പ്രസ്തുത മൂലകളിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം പരിഗണിക്കേണ്ടതാണ്. ഇതറിഞ്ഞിരിക്കണം. ടേബിൾ തരും. അപ്പോൾ ആദ്യം കാണിച്ച ടേബിൾ, അതായത് നോർത്ത് ഈസ്റ്റ് 3, സൗത്ത് ഈസ്റ്റ് 3, സൗത്ത് വെസ്റ്റ് 1, നോർത്ത് വെസ്റ്റ് 3 ടേബിൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ അത് തരും. പക്ഷെ ഈ ഏറ്റവും കുറഞ്ഞ മൂല്യം പരിഗണിക്കേണ്ടതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് ഉദാഹരണം നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ്, ഇത് രണ്ടും അപൂർണമാണെന്നിരിക്കട്ടെ. നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ്, അപ്പൊ മൂല്യം എത്ര വരും പറയാമോ? 12.5. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരും. ഞാൻ പറഞ്ഞുതരാം. അത് ഇങ്ങനെ രണ്ടെണ്ണം ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് മൂലകൾ അപൂർണം ആണെങ്കിൽ മൂല്യം സമം 1/8 + 8 എന്ന് എടുക്കണം. ഇപ്പൊ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്, 1/8 രണ്ടും കൂടെ എടുക്കണം. 1/8 + 8, കാരണം 2 മൂല വരുന്നുണ്ട്. ഒരു മൂല അപൂർണം. നോർത്ത് ഈസ്റ്റ് മാത്രമാണെങ്കിൽ 1/8 × 100 അല്ല 3/8 × 100 ആണ്, നമുക്കറിയാം. കാരണം ഇത് കുറഞ്ഞ എടുക്കണം. സൗത്ത് വെസ്റ്റിൽ 1 ഉള്ളൂ. നോർത്ത് ഈസ്റ്റിന് 3, സൗത്ത് വെസ്റ്റിന് 1 കുറഞ്ഞ മൂല്യം പരിഗണിക്കണം. അപ്പൊ കുറഞ്ഞ മൂല്യം 1 അപ്പൊ 1/8 + 8 അത് 1/16 × 100 അപ്പൊ 6.25% വരും. അത് 1/16 × 100 വരും. നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് അപൂർണമാണെങ്കിൽ എത്ര? നിങ്ങൾ തന്നെ പറയുക. നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് അപൂർണം എത്ര കിട്ടും? ആരെങ്കിലും പറയാം. ഇതില്ലേ 18.75. നോർത്ത് ഈസ്റ്റ് സെക്കൻഡ് .
18.75 ശരിയാണ്. അതായത് 3/16 into 100 വരും. നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് മൂലകൾ അപൂർണം. മൂല്യം സമം രണ്ടും 3 അപ്പം കൂടുതലും കുറവൊന്നുമില്ല. കുറഞ്ഞ മൂല്യമായാലും കൂടിയ മൂല്യമായാലും 3 തന്നെ. അപ്പോൾ 3/8 + 8 into 100 18.75% വരും. എഴുതി കഴിഞ്ഞല്ലോ എത്രയും. എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ. നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ് ഇത് 3 അപൂർണമാണെങ്കിൽ എത്ര കിട്ടും നിങ്ങൾ പറയാമോ? എത്ര കിട്ടുമെന്ന് പറയാമോ? 3 മൂല അപൂർണം. അതിനുള്ള വീടും ചിലപ്പോൾ കാണും. എല്ലാവരും ചെയ്തു നോക്കണം. അതിന്റെ ഉത്തരം പറഞ്ഞ് നോക്കിയിരിക്കരുത്. 4.16%. കേട്ടില്ല. 4.16%. 16 ആണോ 17 ആണോ? 17 എഴുതാം സാറേ. 16 ആയിരിക്കും. 17 എഴുതാം. ഓക്കെ. എല്ലാവർക്കും കിട്ടിയോ അത്? One by 8 + 8 + 8 3 അപൂർണം. 8 + 8 + 8 നൽകണം. One by 1/24 into 100 4.17%. നീ എല്ലാ മൂലകളും അപൂർണമായിരിക്കും. 4 മൂല്യം അപൂർണമായിരിക്കും നിൽക്കട്ടെ. അപ്പൊ അവിടെ എത്ര കിട്ടുമെന്ന് പറയും. 4 മൂലകൾ അപൂർണമാണെങ്കിൽ എത്ര കിട്ടും? %3.13%. 3.13. എല്ലാവർക്കും കിട്ടിയത്? ഒരാൾ ചെയ്തുമ്പം അത് നോക്കി എഴുതാതിരിക്കരുത്, കേട്ടെഴുതാതിരിക്കരുത്. അത് തെറ്റാൻ ചെയ്യണം. മൂല്യം സമം 1/8 + 8 + 8 + 8 4 ഉണ്ട്. 32 1/32 into 100 വരും. 3.13%. ഇനി അടുത്തത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഇത് 3 അപൂർണമായിരിക്കട്ടെ. എത്ര അത് ചെയ്യാം. നേരത്തെ ആൻസർ പറഞ്ഞ ആളല്ല പറയാതെ വേറൊരാൾ പറയാം ആൻസർ. ഒന്നുകൂടെ പറഞ്ഞു. നോർത്ത് ഈസ്റ്റ് സ്ക്രീനിൽ കാണുന്നില്ലേ? നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഇത് 3 അപൂർണമാണ്. ഈസ്റ്റ് 3, നോർത്ത് വെസ്റ്റ് 3, സൗത്ത് ഈസ്റ്റ് 1. 12.5. കേട്ടില്ല? 12.5. 12.5 കറക്റ്റ്. അതായത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ് മൂലകൾ അപൂർണമാണെങ്കിൽ മൂല്യം സമം അവിടെ 3 3/8 + 8 + 8 3 മൂലം. അപ്പോൾ 3/24 into 100 വരും. 12.5%. ഇനി ഇവിടെ ഒരു കാര്യം നോക്കുക. സൗത്ത് വെസ്റ്റ് മാത്രം അപൂർണമാണെങ്കിൽ നമുക്ക് എത്ര കിട്ടിയാൽ നോക്കൂ. സൗത്ത് വെസ്റ്റ് മാത്രം അപൂർണമാണെങ്കിൽ നമുക്ക് എത്രയാണെന്ന് കിട്ടിയാൽ നോക്കൂ. നമ്മൾ നേരത്തെ ചെയ്തതാണ്. സൗത്ത് വെസ്റ്റ് മാത്രം അപൂർണമാണെങ്കിൽ 12.5. അതായത് അപ്പൊ അതിന് എന്ത് മനസ്സിലാക്കാം? സൗത്ത് വെസ്റ്റ് മാത്രം അപൂർണമാണെങ്കിൽ ആകുന്നതും മറ്റു 3 മൂലകളും അപൂർണമാകുന്നതും ഒരേ ദോഷമാണ്. മറ്റു 3 മൂല, അതായത് ഈശാനുമൂലയും അഗ്നിമൂലയും വായുമൂലയും അപൂർണമാകുന്നുള്ള ദോഷവും കന്നിമൂല മാത്രം അപൂർണമായ ദോഷം രണ്ടും ഈക്വലാണ്. മറ്റേ 3 കൂടെ അപൂർണമായാലേ ഈ കന്നിമൂല അപൂർണമായിട്ട് ദോഷത്തിന്റെ ഈക്വലായിട്ട് എത്തുള്ളൂ. നമ്മള് പിന്നെ ഇത് പഠിച്ചപ്പോൾ മഹാദോഷങ്ങൾ 21 മഹാദോഷങ്ങൾ പഠിച്ചപ്പോൾ അതിൽ ഒരു മഹാദോഷം കന്നിമൂല അപൂർണമാകുന്നതാണ്.
വേറൊരു മഹാദോഷം ഈശാനമൂലയും അഗ്നിമൂലയും വായുമൂലയും മറ്റ് 3 മൂലകളും അപൂർണമാകുന്നതാണ് മഹാദോഷം. ആ 3 മൂലകളിൽ ഇപ്പൊ അഗ്നിമൂലയും വായുമൂലയും മാത്രം അപൂർണമായ മഹാദോഷമാവില്ല, സാമാന്യ ദോഷമാണ്. അതുപോലെ ഈശാനുമൂലയും അഗ്നിമൂലയും മാത്രം അപൂർണമായാലും സാമാന്യ ദോഷമാണ്. കന്നിമൂല അല്ലാതെ 3 മൂല അപൂർണമായാലേ മഹാദോഷമാവുള്ളൂ. അപ്പൊ അവിടെ അതും കന്നിമൂല മാത്രം അപൂർണമാവുന്നത് ഈക്വലാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് 7ാമത്തെ ഐറ്റമാണ്. ഇത് 6ആണ് മൂലകൾ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വീട്ടിൽ പോയി നോക്കണം. അടുത്ത 7 എന്ന് പറഞ്ഞാൽ ചരുവാണ് വസ്തുവിന്റെ. അതായത് നിമ്നോന്നതി, ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്നു, ഒരു ഭാഗം താന്നിരിക്കുന്നു. അത് വസ്തുവിന്റെ ചരിവ്. വീടിന്റെ ചരിവല്ല ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് വസ്തുവിന്റെ ചരിവ്. ഔട്ട് ഓഫ് 8 ആണ്. സ്ലോപ്പ് ഓഫ്, ഇംഗ്ലീഷ് വേണേൽ സ്ലോപ്പ് ഓഫ് പ്ലോട്ട്. പ്ലോട്ടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ ചരിവ്. എഴുതിയിരിക്കുന്നു. അവിടെ 3 ഇതായിട്ടുണ്ട്. അതായത് ഇത് എഴുതിക്കൊള്ളു. സ്ലോപ്പ് ഓഫ് പ്ലോട്ട് അത് ഇംഗ്ലീഷ്. സ്ലോപ്പ് ഓഫ് പ്ലോട്ട്. ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ സൗണ്ട് എന്തോ കേട്ടോണ്ടിരിക്കുന്നു. 3 ടേബിളായിട്ടുണ്ട്. അതിൽ A ടേബിളാണ് ആദ്യം എഴുതുന്നത്. അങ്ങനെ ഒരു ഇത് ഇടുക. സൗത്ത് വെസ്റ്റ് ആരോ ഇട്ടാൽ തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്ക് താഴ്ന്നിരിക്കുന്നു. ആരോ വരുന്ന താഴ്ന്നതാണ് കാണിച്ചിരിക്കുന്നത്. സൗത്ത് വെസ്റ്റിനേക്കാൾ നോർത്ത് ഈസ്റ്റ് താഴ്ന്നിരിക്കുന്നു. നമുക്കറിയാം, നല്ലതാണ്. തെക്ക് പടിഞ്ഞാറ് പൊങ്ങി നോർത്ത് ഈസ്റ്റ് താഴ്ന്നിരിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ മൂല്യം 8ആണ്. ഈ രണ്ടാമത് കാണിക്കുന്ന മൂല്യമാണ്, പ്രത്യേകം എഴുതിയിട്ടില്ല. അത് 8ആണ്. അത് മൂല്യം 8ആണ്. അടുത്തത് സൗത്ത് നോർത്ത്, തെക്കിനേക്കാൾ വടക്ക് താഴ്ന്നിരിക്കുന്നു. നമുക്കറിയാം, അത് നല്ലതാണ്. തെക്ക് പൊങ്ങിയും വടക്ക് താഴ്ന്നിരിക്കുന്നത് നല്ലതാണ്. അവിടെ മൂല്യം 7ആണ്. പടിഞ്ഞാറിനേക്കാൾ കിഴക്ക് താഴ്ന്നിരിക്കുന്നു. പടിഞ്ഞാറിനേക്കാൾ കിഴക്ക് താഴ്ന്നിരിക്കുന്നു. മൂല്യം 6ആണ്. ഇതെല്ലാം എ എന്നുള്ള പട്ടികയാണ്. ഇനി അടുത്തത് ബി പട്ടിക. സെയിം ലെവൽ. എല്ലാ ഭാഗവും ഒരേ ലെവലാണ്. ഒരു ഭാഗം പൊങ്ങി താന്നുമില്ല, എല്ലാവരും ഒരേ ലെവലാണ്. വാസ്തുമണ്ഡലം മുഴുവൻ ഒരേ ലെവലാണ്. അപ്പൊ 5ആണ്. അടുത്ത സൗത്ത് ഈസ്റ്റ്. ബാക്കിയുള്ളതിനേക്കാൾ ബാക്കി എല്ലാ ഭാഗത്തേക്കാളും സൗത്ത് ഈസ്റ്റ് പൊങ്ങിയിരിക്കുന്നു. ഈവൻ സൗത്ത് വെസ്റ്റിനേക്കാളും പൊങ്ങി സൗത്ത് ഈസ്റ്റ് വരും. എല്ലാ ഭാഗത്തേക്കാളും പൊങ്ങി സൗത്ത് ഈസ്റ്റ് വരും. സൗത്ത് ഈസ്റ്റ് കഴിഞ്ഞ് ആരോ വരുന്നതിന്റെ അർത്ഥമാണ് സൗത്ത് ഈസ്റ്റ് ഈസ് ഹയസ്റ്റ്. ബാക്കി എല്ലാവരും അതിനകത്ത് താന്നിരിക്കുന്നു. 4ആണ്. അടുത്ത നോർത്ത് വെസ്റ്റ് ഈസ് ഹയസ്റ്റ്. വായുമൂലയുടെ ഭാഗം ഏറ്റവും പൊങ്ങിയിരിക്കുന്നു. 3ആണ്. നോർത്ത് ഈസ്റ്റ് ഹയസ്റ്റ്. വടക്ക് കിഴക്കേ മൂല ഏറ്റവും പൊങ്ങിയിരിക്കുന്നു. ബാക്കിയെല്ലാം താന്നിരിക്കുന്നു. 1ആണ്. ഇതാണ് ബിയിലെ ഇത്. അടുത്ത സി. 3 എണ്ണം ഉണ്ട്. വടക്ക് കിഴക്കിനേക്കാൾ താഴ്ന്ന തെക്ക് പടിഞ്ഞാറ്. വടക്ക് കിഴക്ക് പൊങ്ങി, ഈശാന്യമൂല പൊങ്ങിയും കന്നിമൂല താഴ്ന്നുമിരിക്കുന്നു. അത് 1ആണ്. വടക്ക് പൊങ്ങിയും തെക്ക് താഴ്ന്നുമിരിക്കുന്നു. 2ആണ്. കിഴക്കിനേക്കാൾ താഴ്ന്നു പടിഞ്ഞാറ്. കിഴക്ക് പൊങ്ങിയും പടിഞ്ഞാറ് താഴ്ന്നു. 3ആണ്. തെക്ക് കിഴക്കിനേക്കാൾ താഴ്ന്നു വടക്ക് പടിഞ്ഞാറ്. നമുക്കറിയാം, തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ശരിക്കും ഒരേ ഹൈറ്റ് ആയിരിക്കണം, സെയിം ഹൈറ്റ് ആയിരിക്കണം. അത് താഴ്ന്നു വന്നാൽ അത് 3ആണ്. വടക്ക് പടിഞ്ഞാറിനേക്കാൾ തെക്ക് കിഴക്ക് താഴ്ന്നു വരുന്നു. അത് 3ആണ്.
ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞേണ്ടുന്നൊരു കാര്യമുണ്ട്, നോട്ട് ചെയ്യാൻ പറഞ്ഞുതരാം, ആദ്യം മനസ്സിലാക്കുക. ഇതില് ചിലപ്പം ഇപ്പൊ ഒരു പുരാണത്തില് ഈ പിന്നെ എയിൽ തന്നെ ഇപ്പൊ 3 ടൈപ്പ് ചരിവുണ്ട്. അതിൽ ഏതെങ്കിലും 2 ഇപ്പൊ തെക്ക് പടിഞ്ഞാറിനേക്കാൾ താന്ന് വടക്ക് കിഴക്കും തെക്കിനേക്കാൾ താന്ന് വടക്കും ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഈ 2 എണ്ണം ഉണ്ടെന്നെങ്കിൽ അതില് കൂടിയ മൂല്യം എടുക്കണം. ഈ എയ്ക്കകത്ത് ഒന്നിൽ കൂടുതൽ ചരിവ് ഒരേ വസ്തുവിലുണ്ടെങ്കിൽ, ഒരേ വസ്തുവിൽ തന്നെ ഒന്നിൽ കൂടുതൽ ചരിവുണ്ടെങ്കിൽ എ പട്ടികയില് കൂടിയ മൂല്യം എടുക്കണം, സി പട്ടികയിൽ കുറഞ്ഞ മൂല്യം എടുക്കണം. മനസ്സിലായല്ലോ? നോട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ എഴുതണ്ട. അപ്പോ പിന്നെ ഒന്നിൽ കൂടുതൽ ചരിവ് ഒരു ഇതിന് എയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ചരിവുണ്ട്, അല്ലെങ്കിൽ സി തന്നെ ഒന്നിൽ കൂടുതൽ ചരിവുണ്ട് ഒരു വസ്തുവിൽ എങ്കിൽ എയില് ആണെങ്കിൽ ഏറ്റവും കൂടിയ മൂല്യം എടുക്കണം, സിയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ മൂല്യം എടുക്കണം. അതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ടേബിൾ തരും, പക്ഷെ കൂടിയ മൂല്യം എടുക്കണം കുറഞ്ഞ മൂല്യം എടുക്കണം അറിഞ്ഞിരിക്കണം. ഇനി ബിയിലാണെങ്കിൽ ഒരേ വസ്തുവിൽ ഈ ഒന്നിൽ കൊണ്ട് വരില്ല. അപ്പൊ സൗത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും പൊങ്ങിയെങ്കിൽ സെയിം ലെവലും ആവില്ല, നോർത്ത് വെസ്റ്റ് പൊങ്ങിയതൊന്നും ആവില്ല. അപ്പൊ ഒന്നിൽ കൂടുതൽ ഈ പിന്നെ ബിയിലാണെങ്കിൽ പിന്നെ ഈ പിന്നെ ഒന്നിൽ കൂടുതൽ ഒരെണ്ണത്തിൽ നിന്ന് വരില്ല. ബിയിനകത്തിന് ഇപ്പൊ സെയിം ലെവലാണ്, ഇത് 3 വരില്ല. സൗത്ത് ഈസ്റ്റ് പൊങ്ങിയാണെങ്കിൽ മറ്റേത് 3 വരില്ല. നോർത്ത് വെസ്റ്റ് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ അത് അടുത്ത 3 വരില്ല. അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ ഒരു വസ്തുവിൽ. അപ്പൊ ഇതിൽ ഒന്നിൽ കൂടുതൽ ഐറ്റം ഒരു വസ്തുവിൽ ബിയിൽ വരില്ല. എയിൽ ചിലപ്പോൾ വന്നെന്ന് വരാം. എയിൽ വന്നാൽ കൂടിയ മൂല്യം എടുക്കണം, സിയിൽ വന്നാൽ കുറഞ്ഞ മൂല്യം എടുക്കണം, ബിയിൽ അങ്ങനെ വരില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്ന് എഴുതിക്കോളൂ. ഇത് ഈ ടേബിൾ എഴുതിയിട്ട് താഴെ എഴുതിക്കോളൂ. മുകളിൽ എഴുതിയിരിക്കുന്നതിൽ കോമ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ്, മുകളിൽ എഴുതിയിരിക്കുന്നതിൽ കോമ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ ഉണ്ടെങ്കിൽ, മുകളിൽ എഴുതിയിരിക്കുന്നതിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയിട്ട് 2 വശവും ഒരു ഈ ബ്രാക്കറ്റ് ഇടണം. 2 വശവും ബ്രാക്കറ്റ് ഇടണം. എ വിഭാഗത്തിൽ എന്നുള്ള 2 ബ്രാക്കറ്റും ഇടയ്ക്കും. എ വിഭാഗത്തിൽ കൂടിയ മൂല്യം പരിഗണിക്കേണ്ടതാണ്. എ വിഭാഗത്തിൽ കൂടിയ മൂല്യം പരിഗണിക്കേണ്ടതാണ്. എ വിഭാഗത്തിൽ കൂടിയ മൂല്യം പരിഗണിക്കേണ്ടതാണ്. ഒരു സെക്കൻഡ്. ഇത് തന്നെ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള എഴുതിയിട്ടുണ്ടോ? നോക്കി എഴുതിയാൽ മതി. ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ ഉണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും, ഒന്നിൽ കൂടുതൽ സ്ക്രീനിൽ നോക്കി എഴുതിക്കോണം, സ്ക്രീനിലുണ്ട്. ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ ഉണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും സി വിഭാഗത്തിൽ കുറഞ്ഞ മൂല്യവും പരിഗണിക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിലുണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും സി വിഭാഗത്തിൽ കുറഞ്ഞ മൂല്യവും പരിഗണിക്കേണ്ടതാണ്. ബി വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ വരുന്നതല്ല. ബി വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ വരുന്നതല്ല. ഇനി ഒരു അർത്ഥം എഴുതാൻ പറയട്ടെ, ഒന്ന് പറഞ്ഞു തരാം. ഒരു സെക്കൻഡ്. ഇവിടെ ഇപ്പം ചിലപ്പോൾ എയിലുള്ള ഏതെങ്കിലും ഒന്ന് വരും, ബിയിലുള്ള ഒന്ന് വരും. ചിലപ്പോൾ പിന്നെ സൗത്ത് ഈസ്റ്റ് ഏറ്റവും പൊങ്ങിയിരിക്കുന്നു, അതുപോലെ തന്നെ സൗത്ത് തെക്കിനേക്കാൾ താന്ന് വടക്ക് വരുന്നു. അപ്പൊ എയിലെ ഒരെണ്ണം വരും, ബിയിലെ ഒരെണ്ണം വരും. അങ്ങനെ ഈ എയിലെയും ബിയിലെയും ഓരോന്ന് വന്നാൽ ആ രണ്ടിന്റെയും പ്രത്യേകം കണ്ടിട്ട് അതിന്റെ ആവറേജ് എടുക്കണം. രണ്ടുകൂടെ കൂട്ടി 2 കൊണ്ട് വായിക്കണം. അല്ലെങ്കിൽ 1ലെയും 3ലെയും ഓരോന്ന് വന്നാൽ 1ന്റെയും മൂല്യം കാണണം, 3ന്റെയും മൂല്യം കാണാൻ 2 കൂടെ കൂട്ടി 2 കൊണ്ട് വായിക്കണം. അപ്പോൾ 1ൽ നിന്നും 2ൽ നിന്നും 3ൽ നിന്നും ഓരോന്ന് വന്നു കഴിഞ്ഞാൽ 3ഉം കൂടെ 3ന്റെയും മൂല്യം എടുത്തിട്ട് 3ന്റെയും കൂടെ കൂട്ടി 3 കൊണ്ട് വായിക്കണം. ശരാശരി എടുക്കണം. അപ്പൊ അതാണ് ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ ഉണ്ടെങ്കിൽ എ വിഭാഗത്തിൽ കൂടിയ മൂല്യവും സി വിഭാഗത്തിൽ
കുറഞ്ഞ മൂല്യവും പരിഗണിക്കേണ്ടതാണ്. ബി വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള ചരിവ് ഒരേ വസ്തുവിൽ വരുന്നതല്ല. ഒന്നിൽ കൂടുതൽ വിഭാഗങ്ങൾ ഇടകലർന്ന് ഒരേ വസ്തുവിൽ വന്നാൽ ശരാശരി മൂല്യം പരിഗണിക്കേണ്ടതാണ്. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ പറയുക. ഇല്ല സാർ. കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ കഴിയുമ്പോ ഒന്ന് പറയണം. ആര് കഴിഞ്ഞാലും ഒന്ന് പറയണം. അതിന് തീരുമാനം പറയണം. ഓക്കെ സർ. ഓക്കെ. ഒരാൾ കഴിഞ്ഞു പറഞ്ഞു. വേറെ ആരെങ്കിലും കഴിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ കഴിയാത്ത ആരുമില്ലല്ലോ. ഓക്കെ, ഉദാഹരണം ഒരു എക്സാമ്പിൾ എഴുതിക്കൊള്ളാം. ഉദാഹരണം താഴെ എഴുതിയിട്ടുണ്ടോ? അത് നോക്കുക. സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം 1. ഒരു വാസ്തുമണ്ഡലത്തിൽ എഴുതിക്കൊള്ളൂ. ഉദാഹരണം 1. ഒരു വാസ്തുമണ്ഡലത്തിൽ സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന് ഒരു വാസ്തുമണ്ഡലത്തിൽ തെക്ക് പടിഞ്ഞാറിനേക്കാൾ, അതായത് സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന് നോർത്ത് ഈസ്റ്റും സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന നോർത്ത് ഈസ്റ്റും സൗത്തിനേക്കാൾ താഴ്ന്ന തെക്കിനേക്കാൾ താഴ്ന്ന, അല്ലെങ്കിൽ സൗത്തിനേക്കാൾ താഴ്ന്ന നോർത്തും ആണെങ്കിൽ സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന നോർത്ത് ഈസ്റ്റ്, സൗത്തിനേക്കാൾ താഴ്ന്ന നോർത്ത്. ഇപ്പൊ നോക്കി, ഇത് 2 എയിലാണ് വരുന്നത് അല്ലേ? നോക്കി, ഇത് 2 എയിലാണ് വരുന്നത്. അപ്പോൾ എയിലാണെങ്കിൽ കൂടിയ മൂല്യം നോക്കണം. അപ്പൊ എത്ര എടുക്കേണ്ട മൂല്യം നോക്കി പറയാം. എത്ര എടുക്കണം? ഹലോ, 8. അപ്പൊ 8, ഒന്നിന് 8ഉം മറ്റേ 7ഉമാണ്. അപ്പൊ കൂടിയ മൂല്യം എടുക്കണമെങ്കിൽ 8 എടുക്കണം. അപ്പം മൂല്യം സമം 8/8 × 100. ഔട്ട് ഓഫ് 8 ആണ്. അപ്പൊ 8/8 × 100 100% കിട്ടും. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തത് എക്സാമ്പിൾ 2. സൗത്തിനേക്കാൾ താഴ്ന്ന നോർത്തും വെസ്റ്റിനേക്കാൾ താഴ്ന്ന ഈസ്റ്റും വെസ്റ്റിനേക്കാൾ താഴ്ന്ന ഈസ്റ്റും ആണെങ്കിൽ മൂല്യം എത്ര കിട്ടും? നിങ്ങൾ പറയാം. അതെങ്ങനെ കാണുന്നു പറഞ്ഞാലും മതി.
മനസ്സിലായില്ലേ? 25% ആണ് സാറേ. എങ്ങനെ കണ്ടേ? 2/8 into 100. എങ്ങനെ 2 എങ്ങനെ കിട്ടി? കുറഞ്ഞ മൂല്യം. അതെങ്ങനെ കിട്ടി? സൗത്തിനേക്കാൾ താഴ്ന്ന നോർത്താണ് എത്രയാണ്? സൗത്തിനേക്കാൾ താഴ്ന്ന നോർത്ത്. രണ്ടെന്ന് പറയുന്നത് നോർത്തിനേക്കാൾ താഴ്ന്ന സൗത്ത് ആണ്. അത് മാറിപ്പോരുത്. സൗത്തിൽ നിന്ന് നോർത്ത് 7 7ഉം 6ഉം ആണ് വരുന്നത്. സൗത്തിനേക്കാൾ താഴ്ന്ന നോർത്ത് എന്ന് പറഞ്ഞാൽ 7 വരും. വെസ്റ്റിനേക്കാൾ താഴ്ന്ന ഈസ്റ്റ് ആണെങ്കിൽ 6 വരും. അപ്പൊ 7 വേണം എടുക്കാൻ. 87.5. അപ്പം 7/8 into 100 വരും. 87.5%. മനസ്സിലായോ? തെറ്റ് മനസ്സിലായോ? ശരി സാറേ. അത് അങ്ങനെ തെറ്റിക്കരുത്, ശ്രദ്ധിച്ചോണം. അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ രണ്ടും എഴുതുന്നതായിരിക്കുന്നു. സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന നോർത്ത് ഈസ്റ്റും നോർത്ത് വെസ്റ്റ് മറ്റെല്ലാ ഭാഗങ്ങളെക്കാളും പൊങ്ങിയിരിക്കുകയുമാണെങ്കിൽ മൂല്യം എത്ര ഇട്ടെന്ന് പറയും? പെർസെൻറ്റേജ് മൂല്യം. അതെങ്ങനെ ചെയ്യുന്ന പറഞ്ഞാലും മതി, ആൻസർ കിട്ടിയില്ലെങ്കിലും അങ്ങനെ കിട്ടുന്നു. മനസ്സിലായില്ലേ ആർക്കും? ഹലോ, ആരൊന്നും പറയുന്നില്ല. ക്ലിയർ ആയില്ല സാർ. നമ്മൾ എഴുതിയത് വായിച്ചു നോക്കൂ. രണ്ടെണ്ണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ 1 A 1 B ആണ്. അപ്പൊ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന നോർത്ത് വെസ്റ്റ്. അത് ഏതിൽ വരും? നോർത്ത് വെസ്റ്റ് അല്ല, നോക്കൂ എഴുതിയേക്കുന്നത്. സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന നോർത്ത് ഈസ്റ്റ് ഏതിലാ വരുന്നത്? ആരാ സി എന്ന് പറഞ്ഞത്? എയിലാണ് വരുന്നത്. അതുപോലെ നോർത്ത് വെസ്റ്റ് ബാക്കി എല്ലാത്തിനേക്കാളും പൊങ്ങിയിരിക്കുന്നു. അത് ഏതിലാ വരുന്നത്? നോർത്ത് വെസ്റ്റ് ബിയില് വരും. അപ്പൊ 1 എയിലും 1 ബിയിലും വരും. അപ്പൊ രണ്ടിന്റെയും മൂല്യം കണ്ടിട്ട് ശരാശരി കാണണം. എഴുതിയിട്ടുള്ളതല്ലേ? രണ്ടെണ്ണത്തിൽ വരികയാണെങ്കിൽ രണ്ടായിട്ട് എയിൽ ബി സി അങ്ങനെ വരികയാണെങ്കിൽ ഓരോന്നും പ്രത്യേകം കണ്ടിട്ട് ശരാശരി കാണണം. അതെങ്ങനെ ചെയ്യും? 8+4 divided by 2. 8+4 എങ്ങനെ കിട്ടും? എയുടെ മൂല്യം 8. കേട്ടില്ല. എയുടെ മൂല്യം 8. എയുടെ മൂല്യം 8. ബിയില് നോർത്ത് വെസ്റ്റ് അല്ലേ 3. 11/2. 11/2. പിന്നെ 4 എന്ന് പറഞ്ഞുകൊണ്ട് 4 അല്ല 3. അതൊക്കെ നോക്കിക്കോളാം. 8+3 11. 11/2 ആകുമ്പോൾ 5.5 വരും. അപ്പൊ 5.5/8 into 100 വരും അതിന്റെ ടോട്ടൽ. ആകെ മൂല്യം സമം. മനസ്സിലായോ? അത് പിന്നെ സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എയിലാണ് വരുന്നത്. അത് 8 മൂല്യം. നോർത്ത് വെസ്റ്റ് ബാക്കി എല്ലാത്തിനേക്കാളും പൊങ്ങിയിരിക്കുന്ന നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ബാക്കി എല്ലാത്തിനും പൊങ്ങിയിരിക്കുന്നതിന്റെ മൂല്യം 3. 2 2 8ന്റെയും 3ന്റെയും കൂടെ ആവറേജ് കാണും. 8 3 കൂടെ കൂട്ടുമ്പോൾ 2 ആയിട്ടാണ്. 8 3 കൂട്ടി 11 /2. അപ്പൊ 5.5 വരും. 5.5 മൂല്യം. അപ്പൊ 5.5 ഔട്ട് ഓഫ് 8/100. 8+3/2. പിന്നെ സൗത്ത് വെസ്റ്റിനേക്കാൾ താഴ്ന്ന നോർത്ത് ഈസ്റ്റ് വരുമ്പോൾ എയിലാണ്. അത് 8 മൂല്യം. നോർത്ത് വെസ്റ്റ് ഏറ്റവും പൊങ്ങിയിരിക്കുന്നതിന് മൂല്യം 3. അപ്പൊ 8+3/2 5.5 വരും. അപ്പോൾ മൂല്യ ശതമാനം 5.5/8 into 100. 68.75. 68.75%. ആർക്കും മനസ്സിലായില്ലേ പറയണം. അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകണം.
മനസ്സിലാക്കണം. ഇതൊക്കെ വളരെ സിമ്പിളാണ്, കാര്യം മനസ്സിലാക്കിയ സിമ്പിളാണ്. ടേബിളിലെ പരീക്ഷയ്ക്ക് കിട്ടും, പക്ഷെ ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അറിഞ്ഞിരിക്കണം. ABC എന്നുള്ളത് അതൊക്കെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തരും. ഈ 4ാമത്തെ എക്സാമ്പിൾ. വെസ്റ്റിനേക്കാൾ താഴ്ന്ന ഈസ്റ്റും നോർത്തിനേക്കാൾ താഴ്ന്ന സൗത്തും. വെസ്റ്റിനേക്കാൾ പടിഞ്ഞാറിനേക്കാൾ താഴ്ന്ന കിഴക്കും വടക്കിനേക്കാൾ താഴ്ന്ന തെക്കും. നോർത്ത് വെസ്റ്റ് മറ്റെല്ലാ ഭാഗങ്ങളെക്കാളും പൊങ്ങി. ഇങ്ങനെ 3 കണ്ടീഷനുണ്ട്. വെസ്റ്റിനേക്കാൾ താഴ്ന്ന ഈസ്റ്റും നോർത്തിനേക്കാൾ താഴ്ന്ന സൗത്തും നോർത്ത് വെസ്റ്റ് മറ്റെല്ലാ ഭാഗങ്ങളെക്കാളും പൊങ്ങിയുമാണെങ്കിൽ മൂല്യം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എത്ര എടുത്ത് പറയാം ഇതിന് ആൻസർ? കിട്ടിയില്ല. ഇവിടെ കഴിഞ്ഞ നിർത്തണം. 52 കിട്ടിയോ? 68.5 സാറേ ആൻസർ കിട്ടിയെങ്കിൽ എല്ലാവരും ചെയ്തോ? 68.5 നോക്കാം. മൂല്യം സമം വെസ്റ്റിനേക്കാൾ താഴ്ന്ന ഈസ്റ്റ് ആകുമ്പോൾ 6, വെസ്റ്റിനേക്കാൾ താഴ്ന്ന ഈസ്റ്റ് ആകുമ്പോൾ 6 വരും. മറ്റേ പിന്നെ നോർത്തിനേക്കാൾ താഴ്ന്ന സൗത്ത് ആകുമ്പോൾ 2 വരും. അത് വേറെ ഒന്നിലാണ്. അതുപോലെ നോർത്ത് വെസ്റ്റ് പൊങ്ങിയിരിക്കുമ്പോൾ 3 വരും. 3 ആകുമ്പോൾ 6 + 2 + 3/3 എന്ന് വരും. 11/3 എന്ന് വരും. 5.5 അപ്പോൾ 2.67 വരും. 11/3. അപ്പോൾ അതിനെ 3.67 ഡിവൈഡഡ് ബൈ 8 × 100 ആണ് ആൻസർ. മൂല്യ ശതമാനം 3.67 ഡിവൈഡഡ് ബൈ 8 × 100 45.88%. മൂന്നെണ്ണം 6, 2, 3 മൂന്നെണ്ണം വന്നപ്പോൾ അത് 3 കൂട്ടി 3 കൊണ്ട് ഭാഗിക്കണം. ശരാശരി കാണുന്നത് എത്ര എണ്ണം ഉണ്ടോ അത്രയും അവരുടെ കൂട്ടിയിട്ട് എത്ര അതിന്റെ നമ്പർ കൊണ്ട് ഭാഗിക്കണം. 45.88. 45.8 സ്ക്രീനിലുണ്ടല്ലോ. 45.88%. അപ്പോൾ വസ്തുവിന്റെ ചരിവ് കഴിഞ്ഞു. അപ്പോൾ അത് നോക്കിക്കോണം. അടുത്ത നമ്മുടെ 8ാമത്തെ ദിശയാണ്. ഡയറക്ഷൻ. ഏത് ദിശയിലേക്ക് വീടിന് ചരിവുണ്ടോ, എത്ര ഡിഗ്രി ചരിവുണ്ടോ, അതെല്ലാം അടുത്തതിലാണ് വരുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതൊക്കെ നോക്കിക്കൊണ്ട് വരിക. നിങ്ങളെ നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നോക്കിക്കൊണ്ട് വരിക. ഇത് കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ മാത്രമേ നമ്മൾ പുസ്തകം തുറക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ ഇതുകൂടെ ഈ ഓൺലൈൻ കൂടെ ആയതുകൊണ്ട് നമുക്കത് നിങ്ങളുടെ ഭാഗത്തുകൂടെ ഒരു എഫർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. പിന്നെ അപ്പോൾ അത് ക്ലിയറായിട്ട് നോക്കിക്കൊണ്ട് വരികയല്ല. അടുത്ത ഇതിപ്പോൾ 7ാമത്താണ് നമ്മൾ ചെയ്തത്. പിന്നെ വസ്തുവിന്റെ ചരിവ് എന്ന് പറഞ്ഞാൽ 7 ആണ്. അടുത്ത 8ാമത്തെ ഡയറക്ഷൻ, ദിശ. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നീ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് അടുത്തതിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറേ, ഈ കൈക്കണക്ക് പട്ടിക ഈ കാണിപ്പയൂർ തിരുമേനിയുടെ അതിനകത്തുനിന്നേ നമുക്ക് പട്ടിക നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് അങ്കുലത്തിലുള്ള കൈക്കണക്ക് പട്ടിക ഉപയോഗിക്കുന്നതുകൊണ്ട് ദോഷമുണ്ടോ? അങ്ങനെ അതായത് കാണിപ്പയൂർ തിരുമേനിയുടെ ഒരു കൈക്കണക്ക് പട്ടിക ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ആദ്യത്തെ നോർമൽ കൈക്കണക്ക് പട്ടികയാണ് വരുന്നത്. അല്ലാതെ തന്നെ നമ്മൾ അങ്കുലത്തിലുള്ള കൈക്കണക്ക് പട്ടിക, നോർമൽ മനസ്സിലായില്ല. അതായത് സാറിന്റെ ബുക്കിനകത്തുള്ള തന്നെ സെയിം
ആ പിന്നെ അതിന്റെ ഒരു കുറച്ച് പേജ് കഴിയുമ്പോഴത്തേക്ക് അങ്ങുലത്താലുള്ള കൈക്കണക്ക് പട്ടിക നമ്പർ 2 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ എല്ലാ അടുത്തടുത്തുള്ള കണക്കുകളുണ്ട്. 16, 19, 16, 21, 16, 23 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്. അല്ല, അത് കാണിപ്പം തിരുവേണ്ടതുകൊണ്ട് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് പിന്നെ വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പിന്നെ കൈക്കണക്ക് പറ്റിയാണ് ഞാൻ ബുക്കി തന്നിരിക്കുന്നത്. അത് വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്ന് മറ്റേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. തിരുമേനിയുടെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അതെനിക്ക് അതിനകത്ത് വെച്ചാൽ സാറേ വിരൽ കണക്കുകളാണ് അടുത്തടുത്തുള്ള എല്ലാ കണക്കുകളും. വിരൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. വിരൽ എന്ന് പറഞ്ഞാൽ അങ്കുലന്നേ ഉള്ളൂ. വിരൽ എന്ന് പറയുന്നത് അങ്കുലത്തിനാണ്. അപ്പോഴത് ചിലര് ഇത് ഇങ്ങനെ ഈ റൂമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ചിലരെ വരയ്ക്കുമ്പോഴേ, അതായത് തൊട്ടടുത്ത് തന്നെ 13ന്റെ 13 കോൽ 11 അങ്കുലം, 13 കോൽ 13 അങ്കുലം, 13 കോൽ 15 അങ്കുലം. ഒരു കാര്യമുള്ളത് നമ്മളിപ്പോ അത് വേണേ അത് കംപ്ലീറ്റ് ആയിട്ട് അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. കുറച്ച് ഒരെണ്ണവും കുറച്ച് മറ്റേതായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് വരും. ഒന്നുകിൽ കംപ്ലീറ്റ് അതനുസരിച്ച് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇതിപ്പം വാസ്തുവിദ്യ ഗുരുകുലത്തില് അത് അവിടെയും പിന്നെ കാണിപ്പേർ തിരുമേനി ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. പക്ഷെ വാസ്തുവിദ്യ ഗുരുകുലം പബ്ലിഷ് ചെയ്തിട്ടുള്ള കൈക്കണക്ക് പട്ടികയാണ് ഞാൻ തന്നിട്ടുള്ളത്, എൻ്റെ ബുക്കിനകത്തുള്ളത്. അപ്പൊ ഒന്നുകിൽ കംപ്ലീറ്റ് ചെയ്ത് ഫോളോ ചെയ്യണം. അപ്പൊ അല്ലെങ്കിൽ കംപ്ലീറ്റ് എനിക്ക് മറ്റേ നോക്കിയിട്ടില്ല, ഒരിക്കലും അത് തെറ്റെന്ന് ഞാൻ പറയില്ല. കാണിപ്പേർ തിരുമേനി എഴുതിയ തെറ്റാണെന്ന് പറയാൻ എനിക്ക് ഞാൻ വാസ്തുവിദ്യ ഗുരുകുലത്തിൽ പഠിച്ചപ്പോൾ എൻ്റെ അധ്യാപകനായിരുന്നു, എന്നെ പഠിപ്പിച്ച അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ അറിഞ്ഞുകൂടാ. ഞാൻ വാസ്തുവിദ്യ ഗുരുകുലത്തിലെ ഫോളോ ചെയ്യുന്നു. ടെക്സ്റ്റ് ഇതാ സാറേ ടെക്സ്റ്റ്. നീ കാണാൻ വയ്യ? കാണാൻ പറ്റും. മനസ്സിലായി, കാണാം. ജസ്റ്റ് പുറം ഇത് കണ്ടുകൊണ്ട് കാര്യമില്ല. ഞാൻ ഇത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. വാസ്തുവിദ്യ ഗുരുകുലത്തിൽ മാത്രമേ ഞാൻ ഫോളോ ചെയ്യുന്നുള്ളൂ. കാണിപ്പേർ തിരുമേനിയുടെ ഞാൻ നോക്കിയിട്ടില്ല. ഈ കാണാൻ ഒരെണ്ണം ഫോളോ ചെയ്താൽ മതി. അപ്പം ഒന്നുകിൽ അത് മാത്രം ഫോളോ ചെയ്യുക, അത് ഒരിക്കലും തെറ്റൊന്നായിരിക്കും, അത് ശരിയായിരിക്കും. പക്ഷെ അത് മാത്രം ഫോളോ ചെയ്യണം. പകുതി ഇതും പകുതി അതും അങ്ങനെ ചെയ്തു. അതല്ല സാറേ, 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാറ് പറഞ്ഞത് ഒരു ഫസ്റ്റ് പാർട്ടും ഇത് സെക്കൻഡ് പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ശരി. അല്ല, എനിക്ക് അതിനെപ്പറ്റി ഞാൻ നോക്കിയാലേ അറിയാം. എനിക്കതിനെ പറയാൻ അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതല്ല, ഈ ഒറ്റ ടേബിൾ വെച്ചാൽ ചെയ്യുന്നതല്ല. നോർമലി ഇതാ സാറേ എല്ലായിടത്തും സാറ് പറഞ്ഞതാ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ടേബിൾ കൂടെ കൊടുത്തിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതിനെപ്പറ്റി എനിക്കത് നോക്കിയാലേ പറയാവുള്ളൂ. ഞാൻ നോക്കിയിട്ടില്ല, എനിക്കത് നോക്കാതെ എനിക്കത് പറയാം. ഓക്കെ സാർ, ഓക്കെ. ഞാൻ ചെയ്ത ഇത് ഇത് മാത്രം നോക്കിയിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ഇതുവരെ എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. മറ്റേത് എനിക്ക് എന്തുവാണെന്ന് നോക്കാതെ എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല. ഒരിക്കലും തെറ്റായിരിക്കില്ല. ഒരിക്കലും കാണിപ്പേർ തിരുമേനിയൊക്കെ ഇറക്കുന്നത് ഒരിക്കലും അത് തെറ്റായിട്ട് വരില്ല. അത് ശരിയായിരിക്കും. പക്ഷെ അത് എന്തുവാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ശരി, അപ്പം പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ സംശയമില്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഓഫ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.